വേടൻ എന്ന് പറഞ്ഞ ചെറുക്കുണ്ട്. വേടൻ എന്ന് പറഞ്ഞൊരു കുട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വേടൻ അല്ലേ, എൻ്റെ മോനെ പോലെയൊക്കെ തന്നെ കുറച്ച് 2-3 വയസ്സ് മൂപ്പുള്ളൂ. പക്ഷെ അവൻ തൃശ്ശൂരിലെ ഏറ്റവും വലിയ ചേരിയിലാണ് ജനിച്ചു വളർന്നത്. അമ്മ മരിച്ചുപോയി. ഒരു ശരിക്കും അവനെ നോക്കാനും സ്നേഹിക്കാനും കരുതാനും ആരുമില്ല. പട്ടിണിയും കുത്തുവാക്കുകളും വിദ്യാഭ്യാസവും ഒന്നും കിട്ടാതെ ഒരു ചേരിയിൽ എന്നും അവിടുത്തെ ഭയങ്കര വയലൻസ് കണ്ടുകൊണ്ട്, മോശപ്പെട്ട വയലൻസാണ് കാണുന്നത് അല്ലേ, മോശപ്പെട്ട കോളനിയാണ് അത്. വീടില്ലാത്ത പല വീടുകൾക്കും സാരിയൊക്കെ തൂക്കിയിട്ട്, വേടൻ്റെ വീടിനൊക്കെ ഒരു സാരിയായിരുന്നു വീടിൻ്റെ വാതിൽ, സാരി. പാത്രങ്ങളൊന്നുമില്ല, പാളയിലും മറ്റേ ടയറിനത്തൊക്കെ വെള്ളം ശേഖരിച്ച് ആലോചിച്ച് നോക്കിക്ക്. നമ്മളെ വീട്ടിലൊക്കെ വെള്ളം വെക്കുന്ന പാത്രത്തിലാണോ, ഈ ടയറിനത്തൊക്കെ വെള്ളം ഒഴിച്ച് വെക്കുന്നത്. പണിയുണ്ട്, മഴയൊക്കെ ചോർന്നു കഴിഞ്ഞാൽ വെള്ളം ഇങ്ങോട്ട് പൊങ്ങും. ഒരു ചേരിയിൽ എങ്ങനെ കിടക്കണേ. അവിടെ നിന്ന് ഒരു പയ്യനാണ് നടന്ന് അവൻ അവഗണയും അവൻ അധിക്ഷേപത്തെയും ഇല്ലേ അവൻ ചർച്ച ചെയ്തുകൊണ്ട് മുമ്പോട്ട് വന്നു. പക്ഷേ അതിനകത്ത് വന്നൊരു വലിയ ഫാൾട്ട്, ആ ചെറുപ്പക്കാരന് ദൂഷ്യവശം കൈവശം വന്നേ. തൻ്റെ അച്ഛനും സഹോദരങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്ന ലഹരിക്ക് അവൻ അടിമപ്പെട്ടിരുന്നു. ലഹരി ഉപയോഗിച്ചു. അവൻ പൊതുസമൂഹത്തോട് പറഞ്ഞെന്താ, പല പ്രമുഖരും പലരും പറയും പൊതുസമൂഹത്തോട്, ഞാൻ ഉപയോഗിക്കുന്നില്ല, എൻ്റെ കൂട്ടുകാരെ ഉപയോഗിച്ചത്, എന്നെ കുടുക്കിയതാണെന്നൊക്കെ അല്ലേ. ക്ഷമയോടുകൂടി പറഞ്ഞാൽ എന്താ, എനിക്കൊരു ബാഡ് ഇൻഫ്ലുവൻസ് ഉണ്ട്, എന്നെ കണ്ടിട്ട് നിങ്ങളത് ഉപയോഗിക്കരുത് മക്കളെ, ഞാൻ തിരുത്താൻ ശ്രമിക്കാം, എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെയാണ് എന്നാ ചെറുപ്പക്കാരൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. ആ ഒരു വർത്തമാനം കൊണ്ടിട്ടാണ് പൊതുസമൂഹം ആ ചെറുപ്പക്കാരനെ ഇഷ്ടപ്പെട്ടത്. ഒറ്റ കാര്യം കൊണ്ട് അല്ലേ. അവിടെ എല്ലാം മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ എനിക്ക് അദ്ദേഹത്തെ ഭയങ്കര ഇഷ്ടപ്പെട്ടു പോയി. സർക്കാർ അദ്ദേഹത്തെ മാറ്റി നിർത്തി. പക്ഷേ സർക്കാരിൻ്റെ ഒരു പൊതുപരിപാടി അദ്ദേഹത്തെ വിളിച്ചു. ഇപ്പം ആ ചെറുപ്പക്കാരന് കോട്ടയത്ത് ഒരു DD സെൻ്ററിലാണ് ഇപ്പം ആ ചെറുപ്പക്കാരൻ. സെൻ്ററിൽ അദ്ദേഹം കൗൺസിലിംഗ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നു. നല്ല കാര്യമല്ലേ. നോക്കണം, തിരുത്താന്ന് പറഞ്ഞാൽ തിരുത്താൻ വേണ്ടി ശ്രമം നടത്തുന്നത് എത്ര നല്ല കാര്യമാണ്. അപ്പോൾ കാര്യം, നമുക്ക് എല്ലാവിധ സംവിധാനം ഉണ്ടായിട്ടും നമ്മുടെ മക്കൾ ചില അതിർവരമ്പുകൾ ചാടിക്കടന്നു പോകുമ്പോൾ ഒരു രീതിയിൽ കരുതലും ഒന്നുമില്ലാതെ ഒരു പയ്യൻ അങ്ങനെ വന്ന് പൊതുസമൂഹത്തിൽ പറയുമ്പം നമ്മൾ കുറച്ച് അവനെ കാണുകയും കേൾക്കുകയും ചെയ്യണം. ഞാൻ അദ്ദേഹത്തിൻ്റെ വാക്താവൊന്നുമല്ല, പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ, നല്ലതിന് നല്ലതും ഇല്ലേ. അദ്ദേഹം പൊതുസമൂഹത്ത് പറഞ്ഞാൽ എന്താ, ആ പയ്യൻ്റെ കഴുത്തിനകത്തൊരു പുലിതാകം കണ്ടപ്പോൾ വലിയ പ്രശ്നമൊക്കെ ആയി. പക്ഷെ അവൻ പറഞ്ഞെന്താ, വലിയ ആളുകളൊക്കെ കഴുത്തിലൊക്കെ പുലിതാകം ഇല്ലെന്നാണ് ചോദിച്ചത് ഇല്ലേ. അവരാരും അറസ്റ്റും ചെയ്തിട്ടൊന്നുമില്ലല്ലോ, അവരെ ഒന്നും ചോദ്യം ചെയ്തിട്ടില്ലല്ലോ. അപ്പം അതൊന്നും അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ ലഹരിയുടെ ക്ലാസ് ആയതുകൊണ്ട് ഇവിടെ തിരിച്ചു വരാം. നോക്കണം, ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ നിങ്ങളുടെ ആഗ്രഹിക്കുകയാണ്. നമ്മളിപ്പോൾ ഇവിടെ എല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റ് സംസാരിക്കാം, ബാക്കി നമുക്ക് മെമ്മ കൊടുക്കാനുണ്ടല്ലോ. നിങ്ങളെല്ലാം ആലോചിക്കണം, നമ്മുടെ വീട്ടിനകത്ത് ലഹരിയുടെ സാന്നിധ്യമുണ്ടോ? എൻ്റെ ഭർത്താവ് ലഹരി ഉപയോഗിക്കുന്നുണ്ടോ, പുകവലിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ മദ്യപിക്കുന്നുണ്ടോ? അതുകൊണ്ട് എനിക്ക് സാമ്പത്തിക നഷ്ടമുണ്ടോ? അത് പൊതുസമൂഹം അറിയാം, എൻ്റെ അയൽവാസിയോ ഒന്നും ബന്ധുക്കൾ അറിയാതെ എൻ്റെ ഭർത്താവ് മാത്രം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ എൻ്റെ ഭർത്താവിനെ എനിക്കൊന്ന് സ്നേഹിക്കാൻ പറ്റും, ചേർത്ത് പിടിക്കാൻ പറ്റും? അല്ലെങ്കിൽ എൻ്റെ മകളുടെ കൂട്ടുകാരി, അവരുടെ ബന്ധുക്കൾ, ഉറ്റവർ, ഉടയവർ ലഹരി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ എനിക്കതിനെ ഒന്ന് അറിയാൻ പറ്റും, കേൾക്കാൻ പറ്റും? എന്ത് ലഹരി നിങ്ങൾക്ക് ഉപയോഗിക്കുന്ന ആരുണ്ടെങ്കിലും നിങ്ങൾക്ക് എൻ്റെ നമ്പർ ഒന്ന് വിളിച്ചോളൂ. ഒരു സാമ്പത്തിക ചിലവ് നിങ്ങൾക്കില്ല. മമ്പാട് പുള്ളിപ്പടം സ്ഥലത്ത് എൻ്റെ വീട്, അങ്ങോട്ടേക്ക് എൻ്റെ വീട്ടിലേക്കൊന്ന് നിങ്ങൾക്ക് വരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 40 മിനിറ്റ് സംസാരിക്കാൻ ഒരവസരമുണ്ടെങ്കിൽ ഏത് കടുത്ത ലഹരി ഉണ്ടെങ്കിലും ഞാൻ മാറ്റിത്തരാമെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. പിന്നെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ലഹരി ഉപയോഗിക്കുന്നതുകൊണ്ട് വേണ്ടിയിട്ടല്ല പറഞ്ഞത്. ആരെങ്കിലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങളൊന്ന് അവർക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ എന്നെ വിളിച്ചോളൂ. ഒരു സംഘടന എൻ്റെ ഫോൺ നമ്പർ ഉണ്ട്. അപ്പോൾ പിന്നൊരു കാര്യമുണ്ട്, പലപ്പോഴും ഞാൻ ഫോൺ വിളിച്ച് കഴിഞ്ഞാൽ തിരക്കും പരിപാടിയൊക്കെ ആയിരിക്കും. ഇപ്പോൾ തന്നെ 6 കോൾ വന്നപ്പോൾ ഞാൻ കട്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും വിളിച്ചാൽ എടുക്കില്ല എന്ന്. ഒരുപക്ഷെ നിരന്തരമായി ചിലപ്പോൾ രാവിലെയും രാത്രിയൊക്കെ വിളിക്കേണ്ടി വരും. ഒരു 9 മണിക്ക് ശേഷമൊക്കെ ആയിരിക്കും ഞാൻ ഫ്രീ ആകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ലഹരി എന്ന് പറയുന്ന ദുരന്തത്തെ എങ്ങനെ നമുക്ക് നേരിടാൻ പറ്റും? ഇല്ലെങ്കിൽ ഇതുവരെ ഞാനൊന്നും ലഹരിക്കെതിരെ ചെയ്തിട്ടില്ല, ഇനി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? വാട്ട് കൻ ബി ഡൺ നൗ? ഇനി എന്ത് ചെയ്യാൻ പറ്റും അല്ലേ. ഞാൻ നിലമ്പൂർ മാനവീയ സ്കൂളിൽ പോയിട്ട് ഈ ഹാൻസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവിടെ ടീച്ചർ പറഞ്ഞു, ഫിലിപ്പ് സാറേ, എൻ്റെ സ്കൂളിൽ ആ ബാത്റൂമിൻ്റെ പുറകിൽ ഒന്ന് പോയി നോക്കിക്കുക, ഈ പിള്ളേർ +1 നും +2 ഒക്കെ പഠിക്കുന്ന പിള്ളേർ ഈ ഹാൻസും കൂളും തലകണ പോലത്തെ ഇത്രയും വലിയ കവറാ, ഒരു സഞ്ചി പോലത്തെ സാധനമാണ് ചൂണ്ടിനടി വെക്കണേ, കൂളെന്ന് അതിൻ്റെ പേര്, കൂള്. ഈ സാധനമാണ് അവിടെ ബാത്റൂമിൻ്റെ മുഴുവൻ അതാ കിടക്കുന്നത്. എൻ്റെ സാറേ, ഇവന്മാർ എങ്ങനെ പാത്ത് വയ്ക്കുന്നൊന്നും അറിയത്തില്ല, എൻ്റെ ക്ലാസ്സിനകത്ത് 5-10 പിള്ളേർ അത് ഉപയോഗിക്കുന്നത്, സാർ അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു, ഈ കൂളും ഹാൻസിനെ കുറിച്ചും. അപ്പോൾ അങ്ങനെ ഒരു 6 വർഷം മുമ്പാണ് ടീച്ചർ പറയുന്നത്. അങ്ങനെ ഞാൻ ഹാൻസിനെ കൂളിനെ കുറിച്ച് കൂടുതലൊന്ന് സ്റ്റഡി ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത്, ഇത് നമ്മളെ ലെവൽ ഓഫ് ദ അഡിക്ഷൻ എന്ന് പറയുന്ന 3ാമത്തെ സ്റ്റേജിൽ നിൽക്കുന്ന ഏറ്റവും മാരകമായ ഒരു സൈക്കോട്രോപ്പി സബ്സ്റ്റൻസ് ആണ്. ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ 10-60 രൂപയ്ക്ക് ഒരു പാക്കറ്റ് സാധനം കിട്ടും. ആ പാക്കറ്റ് ഇപ്പുറത്തും ക്യാൻസറിൻ്റെ ചിത്രമുണ്ട്. 9 ഗ്രാം തൂക്കമാണ്. അതിനകത്ത് പുകയിലയുടെ പൊടിയാണ്. ആ പൊടിയെടുത്ത് നമ്മൾ ചില ചെറുപ്പക്കാർ, ഈ ഇന്ത്യക്കാരൊക്കെ നിങ്ങൾ കണ്ടു കാണും, ആ കവറും കൊണ്ട് പൊട്ടിച്ചിട്ട് കയ്യിലങ്ങോട്ട് വെക്കും. ഇന്ത്യക്കാരാണെങ്കിൽ ഇങ്ങനെ തന്നെ വെച്ചിട്ട് അവർ നോക്കി ഇങ്ങനെ കമ്പൊക്കെ എടുത്ത് കളഞ്ഞ് ഇങ്ങനെ തുറക്കും. ഒരു പേടിയൊന്നും അവർക്കില്ല. നമ്മുടെ നാടല്ലേ. നമ്മുടെ നാട്ടിലെ മലയാളികളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റും, ആ സാധനങ്ങൾ എടുക്കും, പതുക്കെ ഇങ്ങോട്ട് നോക്കും, ഇങ്ങനെ നോക്കും, എന്നിട്ട് കവറിങ്ങനെ വെക്കും. അത് കുറച്ച് ഇങ്ങനെ പതുക്കം തിരുമ്മി ഇങ്ങനെ എടുത്ത് കൈ ഇങ്ങനെ പിടിക്കും. കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കുത്തിക്കരി കണ്ടു കാണും, ഇങ്ങനെ വെക്കും അല്ലേ. അപ്പോൾ ഈ സംഭവം നിരോധിക്കപ്പെട്ട പുകയില ഉൽപ്പന്നമാണ്. ഇത് വിൽക്കാൻ അനുമതിയില്ല. കോട്ട്പ ആക്ട് പ്രകാരം കേസെടുക്കും പോലീസ്. സ്കൂളിൻ്റെ പരിസരത്താണെങ്കിൽ 100 മീറ്റർ പരിസരത്താണ് വിൽക്കുന്നതെങ്കിൽ JJ ആക്റ്റും കൂടെ ഉൾപ്പെടുത്തിയിട്ട് കേസെടുക്കും. അതിന് ഫൈൻ കുറച്ച് കൂടും.
അപ്പോൾ നോക്കണം, ഈ സാധനം നിരോധിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ 4 സംസ്ഥാനത്ത് ഒഴികെ ബാക്കി എല്ലാ സംസ്ഥാനം നിരോധിച്ചു. ഈ സാധനം നമ്മൾ ഉപയോഗിക്കുമ്പോണ്ടാകുന്ന എന്താ, ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ പച്ച മാങ്ങ എടുത്ത് കൂട്ടി, ഒരു മാങ്ങയുണ്ട്. ഈ മാങ്ങ ഞാൻ ഇവിടെ ഇടിച്ച് പൊട്ടിക്കുക, അങ്ങനെ ഇതിങ്ങനെ ടക്ക് ടക്ക് പൊട്ടിച്ചു. നല്ല ചെനച്ച മാങ്ങയാണ്, വലിയ വലിപ്പമുണ്ട് കേട്ടോ, മക്കളൊക്കെ നോക്കിക്കണം. എന്നൊരു മാങ്ങ ഞാനിവിടെ പൊളിച്ചിട്ട് ഒരു കഷ്ണം മാത്രം എടുത്തു വെച്ചു ഇവിടെ. എന്നിട്ട് ഈ കഷ്ണം നിങ്ങളെ കാണിച്ചു, നല്ല ചെനച്ചിട്ട് ഒരു ഇളം ചുവപ്പ് മാങ്ങയുടെ കഷ്ണമാണ്, നല്ല പുളിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് എടുത്തിട്ട് അതിന് മുകളിൽ ഇങ്ങനെ അങ്ങോട്ട് ഇട്ടു, ഉപ്പിൻ്റെ പൊടി, കുറച്ച് മുളക് പൊടി ഇങ്ങനെ ഇട്ടു, നിങ്ങളെ കാങ്ക ഇങ്ങനെ ഇട്ടു. എന്നിട്ട് ഞാനിങ്ങനെ ഇങ്ങനെ നിങ്ങളെ കാണിച്ചിട്ട് ഇങ്ങനെ ഞെക്കി. അപ്പോൾ ആ മുളകും ഉപ്പും എല്ലാം കൂടെ ഇങ്ങനെ പിടിച്ചൊക്കെ മാങ്ങ. അപ്പോൾ ഒഴുകിയിട്ട് ഇങ്ങനെ നീര് വരുന്നുണ്ട് താഴേക്ക് ഇങ്ങനെ. അവിടെ ഞാൻ നിങ്ങളെ കാങ്ങ ഇങ്ങനെ പിടിച്ചിട്ട് അത് തിന്നു. പതുക്കെ ഇറക്കം നോക്കിക്കോ ഇവിടെ അല്ലേ, വെള്ളം ഇറക്കണം, ഇങ്ങനെ ചില ഇങ്ങനെയൊക്കെ ഇറക്കണ്ട. അവിടെ നിന്ന് ഇങ്ങനെ ഞാൻ ഇവിടുന്ന് ഇങ്ങനെ കാണിച്ചപ്പോൾ നിങ്ങളുടെ വായിക്കാത്ത വെള്ളം വന്നു അല്ലേ. ഇത് എവിടുന്ന വെള്ളം വന്ന എവിടുന്ന? നമ്മുടെ ഈ വായുടെ 3 ഇഞ്ച് നീളത്തിൽ സമൃദ്ധമായിട്ട് രുചികുമളകളുണ്ട്, സമൃദ്ധമായിട്ട് ഉമ്മനീർ ഗ്രന്ഥികളുണ്ട്. ഞാൻ ഇവിടുന്ന് കാണിച്ചപ്പോൾ നിങ്ങളുടെ കണ്ണ് കണ്ടു, ബ്രെയിന് സന്ദേശം കൊടുത്തു, അതിൻ്റെ എക്സ്പീരിയൻസ് നിങ്ങളൊന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്തപ്പോൾ നിങ്ങളുടെ വായിക്കകത്ത് വെള്ളം വന്നു അല്ലേ. അപ്പോൾ ഈ സമൃദ്ധമായിട്ട് ഉമ്മനീർ വരുന്ന രുചികുമളകളുള്ള സ്ഥലത്താണ് നമ്മൾ ഈ പറയുന്ന ഈ സാധനം തിരുമിയിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ വെക്കണേ. അപ്പോൾ ഇവിടെ എല്ലാം രുചികുമളകളുണ്ട്. ഈ രുചികുമളകൾക്കകത്തുകൂടെ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന പാരാൻഡഫിനോളും പോളിപ്രപ്പിലിനും ക്യാൻസർ വരാൻ 400 ഇരട്ടി സാധ്യതയുള്ള അസംസ്കൃത പദാർത്ഥം, അത് കുപ്പിച്ചിലെ പൊടി പോലാത്തുണ്ട്, ഗ്ലാസ് പൗഡർ. ഇതൊരു ഗ്ലാസ് എടുത്തിട്ട് വെള്ളത്തിൽ ഇളക്കിയിട്ട് നിങ്ങൾ വെള്ളം ഒഴിച്ചിട്ട് 3-4 വട്ടം അഴിച്ചാൽ അതിൻ്റെ അടിയിൽ ഒരു ചെറിയ വെളുത്ത തരിതരി കാണാം. ഗ്ലാസ് പൗഡറാണ്, കുപ്പിച്ചിലെ പൊടിയാണ്. ആ കയ്യിലെടുത്ത് ഇങ്ങനെ തിരുമ്മിയിട്ട് ഇങ്ങനെ വെക്കുമ്പോൾ അവിടെ ചെറിയ കുഞ്ഞു മുറിവുകൾ ഉണ്ടാക്കും. അപ്പോൾ ഈ കുഞ്ഞു ഈ കോശങ്ങളെ കുത്തി മുറിവേൽപ്പിക്കുക, അതിനകത്തൂടെ അടങ്ങിയിരിക്കുന്ന ഇത് രാസലഹരി തലച്ചോറിലേക്ക് കുതിച്ചെത്തും. നോക്കണം, ഈ രുചികുമളകളിലൂടെയാണ് തലച്ചോറിലേക്ക് ഈ ലഹരി കടന്നു വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഉപയോഗിച്ച് ശീലമായാൽ പിന്നെ ഇത് ഒഴിവാക്കാൻ പറ്റൂല. കാര്യം എന്താ, വളരെ ഷോർട്ട് ടൈമിനകത്തൊന്നും ഇവിടെ വെക്കുന്ന ഈ ലഹരി വളരെ പെട്ടെന്ന് ബ്രെയിനിലേക്ക് പാസ് ചെയ്യും, പെട്ടെന്ന് ഡയറക്റ്റ് പാസ് ചെയ്യും. അപ്പോൾ അതിൻ്റെ സ്റ്റിമുലേഷൻ ഉണ്ട്. അത് ആളുകൾ കാണുമോ അല്ല, നല്ല ഇങ്ങനെ ആക്കി ഇവിടെ വെച്ച് കഴിഞ്ഞാൽ സേഫായിട്ട് ഇരിക്കും, പുകയില്ല, മണക്കൂല, കയ്യും കാലും ആടുമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് പോക്കറ്റ് സാധനം വെക്കുകയും ചെയ്യാം, ഒരു സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ള ധാരണ കൊണ്ട് ബഹുഭൂരിപക്ഷം കുട്ടികളും ക്ലാസ് മുറിയിൽ പോലും ഇത് വെച്ചിട്ട് കോളേജിൽ പോലും ക്യാസ് വെച്ചിട്ട് ഉപയോഗിക്കുന്ന കുട്ടികളുണ്ട്. പലവരും ഓഫീസ് വെച്ച് ഉപയോഗിക്കുന്നവരുണ്ട്, പലരും ബോട്ട് ഡ്രൈവർമാരെല്ലാം ഓൾമോസ്റ്റ് ഡ്രൈവേഴ്സായ ആളുകളെല്ലാം ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഉറക്കം വരാതിരിക്കാനും ഒന്ന് ഉണർന്നിരിക്കാനെന്ന് പറഞ്ഞുകൊണ്ടാണ് മിക്ക ലോറികളിലെ ട്രാൻസ്പോർട്ട് വണ്ടികളിലെ ഡ്രൈവർമാരെല്ലാം ഉപയോഗിക്കുന്നത്. പക്ഷേ എന്താ, ദാമ്പത്യ ജീവിതം പരാജയമാണ്. ഡെഫിനറ്റ്ലി ഭാര്യ-ഭർത്തൃ ബന്ധം പരാജയം, ന്യൂറോ സിസ്റ്റത്തിനെ, ട്രാൻസ് സിസ്റ്റത്തിനാണ് അതൊക്കെ ബാധിക്കുന്നത്. അപ്പം ഇത് പറഞ്ഞു വരുന്നത്, ഈ ലഹരി ഉൽപ്പന്നത്തെക്കുറിച്ച് ഞാൻ മാനവിക സ്കൂളിൽ ഞാൻ ക്ലാസ് എടുത്ത് ഞാൻ വീട്ടിൽ പോയപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ ടീച്ചറിനെ വിളിച്ചിട്ട് പറയുകയാണ്, 4 ദിവസമായി, ഫിലിപ്പ് സാറും മഹേഷ് സാറും ഒന്നും കൊണ്ട് വരണം, നിങ്ങൾ ക്ലാസ് എടുത്ത് പോയപ്പം ഒരു കുട്ടി ഒരു കത്ത് എഴുതിയിട്ട് ആളുടെ കൈ കൊടുത്തു. ഞങ്ങൾ ഈ നിലമ്പൂർ മാനവിക സ്കൂളിൻ്റെ പുറത്തൊരു കടക്കാരന് കൊടുത്ത, കടക്കാരൻ കത്തുമായിട്ട് അവിടെ വന്നിട്ടുണ്ട്, ഇന്ന് 3 ദിവസം അയാൾ കട തുറന്നിട്ട് അയാൾ കട തുറക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ടീച്ചർ നാളെ എനിക്ക് വല്ല മറ്റന്നാൾ വരാൻ പറഞ്ഞു. 5-ാമത്തെ ദിവസം ഞാനും മഹേഷും സ്കൂളിലെത്തിയപ്പോൾ ഒരു കുഞ്ഞ് മിനി ഓഡിറ്റോറിയം ഉണ്ട്, കുറച്ച് കുട്ടികളെല്ലാം വിളിച്ച് അധ്യാപകരുണ്ട്, ടീച്ചറും ഈ മനുഷ്യൻ അവിടെ നിൽക്കുന്നു, വലിയ ഐറ്റമായിട്ടുള്ള മനുഷ്യനാണ് അയാൾ നിൽക്കുന്നത്, ഞാനും ഉണ്ട്, എല്ലാവരും ഉണ്ട്. അവിടെ വെച്ചിട്ട് കത്ത് വായിക്കും. കത്ത് എങ്ങനെയാണ് കേട്ടോണേ, കത്ത് ഇങ്ങനെയാണ്: പ്രിയപ്പെട്ട ഇക്ക, എൻ്റെ പേര് അൻഷിത സി, നിലമ്പൂർ മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂൾ നിലമ്പൂരിൽ 10C ക്ലാസ്സിലാണ് ഞാൻ പഠിക്കുന്നത്. എൻ്റെ വീട് വടപുറത്താണ്, എൻ്റെ ഉപ്പ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന വിവേക് നിങ്ങളുടെ കടയിൽ നിന്ന് പലപ്പോഴും ഹാൻഡ്സ് വാങ്ങി ഉപയോഗിക്കുന്നു. അതിൻ്റെ പേര് ഹാൻഡ്സ് അല്ല, അതിൻ്റെ പേര് ക്യാൻസർ പൊതിയാണെന്ന് ഇന്നാണ് എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചത്. ഫിലിപ്പ് സാറും മഹേഷ് സാറും ഒന്ന് ക്ലാസ് എടുത്ത ശേഷം ഞാൻ എൻ്റെ വീട്ടിലെത്തി. ഇപ്പോൾ സമയം 12:15, എനിക്ക് ഉറക്കം വരുന്നില്ല. എൻ്റെ കത്ത് നിങ്ങൾ എപ്പോഴാണോ വായിച്ചു തരുന്നത്, അപ്പോൾ നിങ്ങളുടെ കടയിലെ ഈ ക്യാൻസർ പൊതികൾ മുഴുവനും എടുത്ത് ഉപേക്ഷിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു കൊള്ളട്ടെ. സ്നേഹപൂർവ്വം മകളെന്ന് കരുതിക്കൊണ്ട് അൻഷിത സി, മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂൾ 10C ക്ലാസ്. ഇത്ര എഴുതിയ കത്ത് നിർത്തിയേക്കണേ. എന്നിട്ട് ഈ കത്ത് ഇത്ര എഴുതി നിർത്തിയിട്ട് ഈ മോള് വീണ്ടും എഴുതിയിട്ട്, അതെ രസം, വീണ്ടും എഴുതിയിട്ടുണ്ട് മോള്. ആ കത്തോടെ വെച്ചിട്ട് ഇവള് കിടന്നു എന്നാണ് പറയുക. രാവിലെ എഴുന്നേറ്റിട്ട് ഇവള് വീണ്ടും എഴുതിയതിൻ്റെ അടിയിൽ, പ്രിയപ്പെട്ടേക്ക, നിങ്ങൾക്ക് 3 പെൺകുട്ടികളല്ലേ, ഭാവിയിൽ അവരെ കല്യാണം കഴിച്ച് കൊടുക്കുമ്പോൾ അവരെ കെട്ടിക്കൊണ്ടുപോകുന്ന പുരുഷന്മാർ കടുത്ത ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ടവരാണെന്ന് തിരിച്ചറിയുമ്പോൾ ഒപ്പ എന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് സങ്കടം വരുമോ ഇല്ലയോ? ഈ വരി എൻ്റെ അടി എഴുതിയിട്ടാണ് രാവിലെ സ്കൂളിൽ പോയപ്പോഴത്തേന് ഇവള് ആ കട എടുത്തെടുത്ത് കൊടുത്തു. എന്താ ചോദിച്ചു, വായിക്കാൻ പറഞ്ഞു. വൈകുന്നേരം വന്നപ്പോൾ കട ഷട്ടർ താഴ്ന്നു കിടക്കുന്നു, നല്ല തിരക്കുള്ള സമയത്ത് ഷട്ടർ അടഞ്ഞു കിടക്കുന്നു. പിറ്റേ ദിവസം രാവിലെ വീണ്ടും പോയപ്പോൾ കട തുറന്നിട്ടില്ല. 2-ാമത്തെ ദിവസം കത്തുമായിട്ട് ടീച്ചർ എടുത്തി. 3-ാമത്തെ ദിവസം എന്നെ വിളിക്കുന്നു. 4-ാമത്തെ ദിവസം ഫംഗ്ഷനിൽ ഞാനും മഹേഷും പങ്കെടുക്കുകയാണ്. അപ്പോൾ ഈ മനുഷ്യൻ പറയുന്ന കാര്യം എന്താ പറയുക, നിങ്ങൾ സാറേ 19 വർഷം ഞാൻ റിയാദിൽ ജോലി ചെയ്തു സാറേ, ഒരു 10-12 കട ഇതുണ്ട്, വാടക കോട്ടേഴ്സ് ഉണ്ട് സാറേ,
ഒരു പലചരക്കടയുണ്ട് സാറേ, അവിടെ പലചരക്ക് സാധനം വെക്കുമ്പോൾ ബംഗാളിമാർ ഭായിമാരുള്ളത്, ഓർക്ക് കൊടുക്കണമെങ്കിൽ സാധനം ഈ ആൻസ് കൊടുത്താലേ പലചരക്ക് കച്ചവടം അടുത്ത് തീരുള്ളൂ. ആൻസ് കൊടുത്താലേ പലചരക്ക് സാധനം കച്ചവടം ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എൻ്റെ കച്ചവടം പോകും സാർ, ഒരു വേറെ എവിടെയെങ്കിലും പോയി സാധനം പോകും. അങ്ങനെ ഓർക്ക് കൊടുത്ത കൂട്ടത്തിൽ കുട്ടികൾ വാങ്ങിയിട്ടുണ്ടാവും, അല്ല കുട്ടിയൊക്കെ ഞാൻ കൊടുത്തില്ല സാറേ. പക്ഷേ ഇന്നെ 5 പ്രാവശ്യം നിലമ്പൂർ പോലീസ് പിടിച്ചിട്ടുണ്ട് സാർ, ഈ സാധനം വിട്ടിട്ട് സ്കൂളിൻ്റെ അടുത്ത് വിട്ടിട്ട് 5 പ്രാവശ്യം നിലമ്പൂർ പോലീസ് എന്നെ പിടിച്ചിട്ടുണ്ട് സാർ. പക്ഷേ ഇനി അത് വെക്കൂല. എൻ്റെ കണ്ണ് തുറപ്പിച്ച് പൊന്നുമോള് സാറേ, എൻ്റെ കണ്ണ് തുറപ്പിച്ച് നോക്കണം. 5 പ്രാവശ്യം ഈ സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് വിറ്റിട്ട് പോലീസ് പിടിച്ചിട്ടും മാനസാന്തരപ്പെടാത്തൊരു മനുഷ്യനെ 14 വയസ്സുകാരായ വടവരത്ത് ഓട്ടോറിക്ഷക്കാരൻ്റെ മകള് ഉറങ്ങാതെ രാത്രി പേനയും പേപ്പറും എടുത്ത് അവളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന വിവേക് എന്ന് പറയുന്ന കുട്ടി ഇത് ഉപയോഗിക്കുന്നത് തിരിച്ചറിഞ്ഞപ്പം ഇത് ഒരു രാസലഹരി തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞപ്പം അവൾ എഴുതിയ വരികളുണ്ട്. പ്രിയപ്പെട്ട ഇക്ക, നിങ്ങൾക്ക് 3 പെൺകുട്ടികളല്ലേ, ഭാവിയിൽ അവർ വിവാഹം ചെയ്ത് കൊടുക്കുമ്പോൾ അവർ കെട്ടിക്കൊണ്ടുപോകുന്ന പുരുഷന്മാർക്ക് അടുത്ത ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ടവരെന്ന് തിരിച്ചറിഞ്ഞാൽ ഒപ്പ് എന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് സങ്കടം വരുമോ ഇല്ലയോ? ഈ ഒരു വാക്കാണ് ആ മനുഷ്യനെ തിരുത്തിയത്. നോക്കണം. പിന്നെ മനുഷ്യൻ പറയാം, സാറേ എൻ്റെ കടയിൽ ഒരുപാട് സാധനം കേടായി, ഫ്രൂട്ട്സും ഒക്കെ ഉണ്ട് എൻ്റെ കടയിൽ, ഞാൻ ഫ്രിഡ്ജ് സാധനം ഒന്നും ഓണോ ഓഫാക്കില്ല, അന്ന് കട ഞാൻ ഷട്ടർ താത്തിയതാണ്, എനിക്ക് ഉറക്കം കിട്ടില്ല സാറേ, എൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത്രയും നാൾ ജീവിച്ച്, എൻ്റെ 3 പെൺകുട്ടിയൊക്കെ വേണ്ടിയിട്ട്. അല്ലേ, ആ കാര്യമാണ് ആ കുഞ്ഞവിടെ എഴുതിയത്. നിങ്ങൾ ഏതെങ്കിലും കടയിൽ കാണുമ്പോൾ ഇപ്പോൾ കാഞ്ഞിരപ്പള്ളിയിൽ ഞാൻ ക്ലാസ് എടുത്തപ്പോൾ ശേഷം ഒരു കുട്ടിക്ക് കത്തെഴുതി, അങ്കിള് പറഞ്ഞതിന് ശേഷം ഞാൻ ഈ കടക്കാരനെടുത്ത് ഒരു കുഞ്ഞ് കത്തെഴുതി കൊടുത്തു. ആ കടക്കാരൻ എൻ്റെ കത്ത് കടയുടെ പുറത്ത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഫിലിപ്പങ്കിളെ എന്ന് പറഞ്ഞ് ഫോട്ടോ എനിക്ക് അയച്ചു തന്നു. എങ്ങനെയെന്നറിയാമോ? പ്രിയപ്പെട്ട ചേട്ടാ, ഞാൻ പൊൻകുന്നം ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോഴാണ് നിങ്ങളുടെ കടയെ ശ്രദ്ധിക്കുന്നത്. നിങ്ങളുടെ കടയുടെ മുമ്പിൽ വെച്ചിട്ട് ഒരു ആള് സിഗരറ്റ് വാങ്ങുകയും അത് കത്തിക്കുന്നതും കണ്ടു. ഒറ്റ നോട്ടത്തിൽ എൻ്റെ അച്ഛനെ പോലെ തോന്നുന്നു. ആ ശരീരമൊക്കെ കണ്ടിട്ട് എനിക്ക് അച്ഛനില്ല, മരിച്ചുപോയി, അച്ഛന് ക്യാൻസർ ആയിരുന്നു. ദയവ് ചെയ്ത് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, നിങ്ങളുടെ കടയിലെ സ്റ്റോക്ക് തീരുന്നത് വരെ ഈ സിഗരറ്റ് കച്ചവടം ചെയ്തു, അത് തീർന്നാൽ അടുത്ത് സ്റ്റോക്ക് എടുക്കാതെ ഈ സിഗരറ്റ് ഉൽപ്പന്നങ്ങൾ വിൽക്കാതെ മറ്റ് സാധനങ്ങൾ മാത്രം വിറ്റുകൊണ്ട് കുടുംബം പുലർത്താൻ പറ്റുമോ? ആജ്ഞയല്ല, എൻ്റെ അപേക്ഷയാണ്, പ്രാർത്ഥനയോടെ. എന്നിട്ട് ഈ മകള് ഈ കത്ത കടക്കാരനെ കൈ കൊണ്ട് കൊടുത്തെന്ന്. പിറ്റേ ദിവസം ഈ കുട്ടി ബസ് സ്റ്റാൻഡിൽ വന്ന് നോക്കുമ്പോൾ കണ്ട കാഴ്ച, ഈ കടക്കാരൻ ആ കടയുടെ പുറത്ത് ഒരു കുഞ്ഞ് ബോർഡ് ഉണ്ടാക്കിയിട്ട് കറുത്ത ബോർഡിൽ ഈ ലെറ്റർ ഒട്ടിച്ച് വെച്ചു. എന്നിട്ട് അതിൻ്റെ അടി ചെയ്തിരിക്കുന്നു, ഒരു മകൾ എനിക്ക് സമ്മാനിച്ച തിരുത്ത്, ഞാനതവിടെ അനുസരിക്കുന്നു, നാടെന്നോട് പൊറുക്കുക, ഇത്രയും നാൾ ലഹരി പദാർത്ഥങ്ങൾ വിറ്റതിന്. ആ മനുഷ്യൻ്റെ അടി എഴുതി വെച്ചേക്കാന്ന്. അങ്ങനെ കാഞ്ഞിരപ്പള്ളിയിൽ ആ പരിസരത്ത് മുഴുവൻ എല്ലാ കടകളും ഈ കുട്ടിയെ അന്വേഷിച്ച് പോയിട്ട് ആ കുട്ടിയെ കണ്ടെത്തിയിട്ട് അവക്ക് ഒരു പുരസ്കാരം കൊടുത്തു. നോക്ക് ഇല്ലേ, ഇതുപോലെ എത്രയോ കുട്ടികൾ ഈ വേദിയിൽ ഇരിക്കുന്നുണ്ട്. ലഹരിക്കെതിരെ നമുക്ക് നമ്മുടെ കുഞ്ഞ് കൈകൾ ഉപയോഗിച്ച്, കുഞ്ഞ് ചിന്ത ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സംസാരങ്ങൾ, സോഷ്യൽ മീഡിയ ബന്ധങ്ങളും വീഡിയോകളൊക്കെ ചെയ്തുകൊണ്ട് സമൂഹത്തെ എന്തെല്ലാം രീതിയിൽ നമുക്ക് പരിവർത്തനം ചെയ്യാൻ പറ്റും. നമ്മളായിരിക്കുന്ന മേഖല മാത്രം നോക്കിയാൽ, ഞാൻ പറയുന്നു നിങ്ങൾ നിങ്ങളുടെ അയൽവക്കത്ത് മാത്രം നോക്കിയാൽ മതി. ലഹരിയുടെ ദുരന്തം അടുത്ത വീട്ടിൽ നോക്കിയാൽ മതി. അവിടെ ലഹരി ഉണ്ടെങ്കിൽ തിരുത്താൻ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഈ ലോകം നന്നാവും, ഈ ലോകം നന്നാവും. ഇല്ലേ, ഒരു വ്യക്തി നന്നായി ലോകം നന്നാവും. ആ കഥ തന്നെ പറയുന്നുണ്ടല്ലോ, ഒരു ബാപ്പ വീട്ടിൽ വരുമ്പോൾ വേൾഡ് മാപ്പ് ആയിട്ട് വീട്ടിലോട്ട് വരുന്നത്. വേൾഡ് മാപ്പ് ബാപ്പ അവിടെ കൊണ്ടുവച്ചു. കുളിക്കാൻ കയറിയ സമയത്തിന് 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന സുക്കൂർ എന്ന് പറയുന്ന വികൃതിയായ മകൻ എന്ത് ചെയ്തു, ആ വേൾഡ് മാപ്പ് ആ കളിക്കിനിടയിൽ ഇങ്ങനെ തലങ്ങും വിലകും ഇങ്ങനെ ആ വേൾഡ് മാപ്പ് എടുത്ത് കളിച്ചിട്ട് ഇങ്ങനെ കീറി അവിടെ ഇട്ടു, നിലത്തിട്ടു വേൾഡ് മാപ്പ്. ബാപ്പ നോക്കിയപ്പോൾ വേൾഡ് മാപ്പ് കീറി കിടക്കണം. ബാപ്പ അവിടെ ഇരുന്നിട്ട് കീറിയ വേൾഡ് മാപ്പ് എല്ലാം ഒന്ന് ഓർഡർ ചെയ്യാൻ നോക്കി. എങ്ങനെ നോക്കിയിട്ട് ഈസ്റ്റ് വെസ്റ്റ് നോർത്തും ബംഗാൾക്കോടും അറബിക്കോടും ഒന്നും യഥാസ്ഥാനത്ത് വരുന്നില്ല. ബാപ്പ ഒരു മര്യാദ റെഡിയാക്കില്ല, കിടത്തി ഉറക്കില്ല, തന്നെ പച്ചവെള്ളം തരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ബാപ്പ നേരെ ഭക്ഷണം കഴിക്കാൻ പോയി ഡനിഹാളി ഇരുന്നു. ഉമ്മ പറഞ്ഞു, പാവം കുട്ടിയല്ലേ, ഓനല്ലേ ഇങ്ങനെ തന്നെ ചൂടാകണമെന്ന് പറഞ്ഞു. അങ്ങനെ ബാപ്പ പറഞ്ഞു, ഒരു വെള്ളം പോലും കൊടുക്കൂല, ഞാൻ അവക്ക് കൊണ്ടുവന്ന സാധനം കീറി ഇട്ടക്കണുണ്ടല്ലേ അവന് പറഞ്ഞു. അവന് ഭക്ഷണം കഴിച്ച് തിരിച്ചു വരുമ്പോൾ വേൾഡ് മാപ്പ് എല്ലാം ഈ കീറിയത് എല്ലാം റെഡിയാക്കിയിട്ട് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന സുക്കൂർ കയ്യും കെട്ടി നിൽക്കുന്നുണ്ട്. ഇവരോട് ചോദിച്ചു, നിന്നെ ഭൂമിശാസ്ത്രം പഠിപ്പിക്കുന്നുണ്ടോ ചോദിച്ചു. ഇല്ല. പിന്നെ എങ്ങനെ ബാപ്പാൻ്റെ കുട്ടി ഇത് റെഡിയാക്കി ചോദിച്ചു. അപ്പം ഞാൻ അതിൻ്റെ പുറകിൽ സിനിമാ നടൻ്റെ ഫോട്ടോ കണ്ടു. കാരണം ഈ കീറിയ വേൾഡ് മാപ്പിൻ്റെ പുറകിൽ സിനിമാ നടൻ്റെ ചിത്രമാണ് കുട്ടി കണ്ടത്. ആ സിനിമാ നടൻ്റെ തല എവിടെ നിൽക്കണം, കണ്ണെവിടെ നിൽക്കണം, മൂക്കെവിടെ നിൽക്കണം, ചുണ്ടെവിടെ നിൽക്കണം, വിരലെവിടെ നിൽക്കണം, പാദം എവിടെ നിൽക്കണം, എല്ലാം നോക്കി 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 ഒരു ഭാഗത്തൊരു വ്യക്തിനെ അങ്ങോട്ട് നന്നാക്കിയപ്പോൾ അല്ലേ, ഒരു ഭാഗത്ത് ഒരു വ്യക്തി ഇങ്ങോട്ട് നന്നായി. നോക്കുമ്പോൾ ഒരു വ്യക്തി ഒരു ഭാഗത്ത് നന്നായപ്പം മറുഭാഗത്ത് ഒരു ലോകവും നന്നായി. നമ്മളൊരു വ്യക്തി നന്നായാൽ മതി, നമ്മുടെ വീട് നന്നാകും, നമ്മുടെ ദേശം നന്നാകും, നമ്മുടെ നാട് നന്നാകും. അല്ലേ, നമ്മളൊരു വ്യക്തി നന്നായാൽ മതി. ആ കഥ ഏതാ പറയണത് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ അയൽവക്കത്തേക്ക് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അവിടുത്തെ ദുരന്തത്തെ ഇല്ലാതാക്കാൻ നമ്മൾ ശ്രമിച്ചാൽ ഈ നാട് നന്നാകും, ഒരു സംശയമൊന്നുമില്ല. അപ്പം പ്രിയപ്പെട്ട മക്കളെ, കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല.
പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ ശ്രദ്ധിച്ചോണം. ഇനിയൊക്കെ നിങ്ങൾ ഇവിടുന്ന് ഹയർ സ്റ്റഡിയൊക്കെ ചെയ്ത് പോകുമ്പോൾ അപരിചിതർ തരുന്ന വെള്ളവും ജ്യൂസും ഒന്നും നിങ്ങൾ കഴിക്കരുത്. ശ്രദ്ധിക്കണേ, ഞാനത് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇനി പ്രധാന കാര്യമാണ് പറയണത്. നോക്കണം, മലപ്പുറം ജില്ലയിൽ 168 പെൺകുട്ടികൾ MDMAക്ക് അഡിക്റ്റഡ് ആണ്. അതിലെല്ലാവരും രഹസ്യമായി ട്രീറ്റ്മെൻറ്റ് നടക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ എറണാകുളം ജില്ലയിലാണ്. 398 പെൺകുട്ടികൾ എറണാകുളം ജില്ലയിൽ MDMAക്ക് അഡിക്റ്റഡ് ആണ്. ഏറ്റവും കുറവ് ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കി ജില്ലയിലാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇത്രയും കുട്ടികൾ ഈ കൗൺസിലിങ്ങിൽ പറഞ്ഞിരിക്കുന്ന വെളിപ്പെടുത്തൽ ഞെട്ടിക്കുന്നതാണ്. ഇവരെല്ലാം പറഞ്ഞിരിക്കുന്നത് ഇവരാരും MDMA അന്വേഷിച്ച് പോയി ഉപയോഗിച്ചവരല്ല. ഈ പെൺകുട്ടികൾ മുഴുവൻ ചതിയിലൂടെ ഉപയോഗിച്ചവരാണ്. അതിൽ ബഹുഭൂരിപക്ഷം വരുന്ന കുട്ടികളും അവരുടെ ഏറ്റവും വലിയ പ്രൈവസി പോലും അവർക്ക് നഷ്ടപ്പെട്ടു പോയ ചരിത്രങ്ങൾ അവർക്ക് പറയാനുള്ളത്, ഹൃദയം തകർന്ന് അവർക്ക് സങ്കടങ്ങൾ പറയാനുള്ളത്. എല്ലാം ഇവിടുന്ന് ദൂരദേശങ്ങൾ പഠിക്കാൻ പോയപ്പം അവിടുത്തെ സൗഹൃദങ്ങളിലും കൂട്ടിലും യാത്രകളിലും മ്യൂസിക് ഇവൻറ്റുകളിലും ഈ പറയുന്ന ആഘോഷരാവുകൾ DJ പാർട്ടികളിലും നൈറ്റ് ക്ലബ്ബുകളിലൊക്കെ പോകുമ്പം അവിടെ വെച്ച് കൊടുക്കുന്ന റീഫ്രഷ്മെൻറ്റ് കൊടുക്കുന്ന വെള്ളവും ജ്യൂസും കോഫിയും ഭക്ഷണ പാനീയങ്ങളിലൂടെയാണ് പല കുട്ടികളും ഈ പറയുന്ന സൈക്കോട്രോപ്പി ഈ സബ്സ്റ്റൻസ് ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്കൊരു കാര്യം ഞാൻ പറഞ്ഞു തരാം. MDMA എന്ന് പറയപ്പെടുന്ന രാസലഹരി ഉണ്ടാക്കിയ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ജനിപ്പിച്ച രാജ്യം ജർമ്മനിയാണ്. ജർമ്മനി എന്ന് പറയുന്ന വികസിത രാജ്യമാണ്. 1910 മെർക്ക് എന്ന് പറയുന്ന ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ മെർക്ക് ആൻഡൻ കൊളീഷ് എന്നറിയപ്പെടുന്ന ഒരു സയൻറ്റിസ്റ്റാണ് ഈ പറയുന്ന MDMA ഡെവലപ്പ് ചെയ്തത്, കണ്ടുപിടിക്കുന്നത്. അങ്ങനെ ആ കെമിസ്റ്റ് തന്നെ കണ്ടുപിടിച്ചു. മെർക്ക് ആൻഡൻ കൊളീഷ് എന്നറിയപ്പെടുന്ന സയൻറ്റിസ്റ്റ് ലോകത്തിലെ ഏറ്റവും വലിയ അറിയപ്പെടുന്ന ഏറ്റവും കൂടുതൽ അർഷാരവങ്ങളോടെ ലോകത്ത് ഏറ്റവും കൂടുതൽ നൊബേൽ പുരസ്കാരത്തിന് വേണ്ടി നോമിനേറ്റ് ചെയ്യപ്പെട്ട ഒരു കല്ലുപിടുത്തം നടത്തിയ വ്യക്തിയാണ് ഈ മെർക്ക് ആൻഡൻ കൊളീഷ്. 1910 നിന്ന് 1980-85 കാലഘട്ടങ്ങളിൽ ഈ 3,4 മെത്തലിൻ ഡയോക്സി മെത്താംഫിറ്റമിൻ എന്നറിയപ്പെടുന്ന 29 തന്മാത്രകൾ, കാർബൺ 14, ഹൈഡ്രജൻ 11, നൈട്രജൻ 2, ഓക്സിജൻ 1 അടങ്ങുന്ന 29 തന്മാത്ര അടങ്ങിയിരിക്കുന്ന ഈ മെത്തലിൻ ഡയോക്സി മെത്താംഫിറ്റമിൻ എന്ന് പറയുന്ന ഈ സിന്തറ്റിക് ഡ്രഗ്സ് ശ്രദ്ധിച്ച് കേട്ടോണേ, ഇത് പറഞ്ഞ് നിർത്താൻ പോവാണ്. ഈ സാധനം 1985 ചെക്കസ്ലോവാക്യ, ഹംഗറി, സ്വീഡൻ, ഡെൻമാർക്ക് പോലുള്ള വികസിത രാജ്യങ്ങൾ ഇതിനെ കെമിക്കലി സിന്തസൈസ് ചെയ്തിട്ട് ഇതിൻ്റെ 29 തന്മാത്ര എന്നുള്ളതൊന്ന് വിഘടിപ്പിച്ച് കെമിക്കലി സിന്തസൈസ് ചെയ്ത് 35-40 തന്മാത്രയിലേക്കൊക്കെ പേര് മാറ്റി എക്ടസിം, ആൻറ്റിമോളി, പിന്നെ പ്രാദേശിക പേരിൽ കൽക്കണ്ടം, വൈര്, കല്ല്, ലോവർ, സ്റ്റിക്സർ എന്നുള്ള പേരുകളൊക്കെ മാറ്റി പല പേരിൽ ഈ സാധനം അറിയപ്പെടുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ പ്രാദേശിക പേരനുസരിച്ച് കൽക്കണ്ടം, പൊടി, മിത്ത്, ഗോള് എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ സാധനം ഇന്ന് ശ്രദ്ധിച്ച് കേട്ടോണം, ഈ സാധനത്തിന് രുചിയില്ല, മണമില്ല, സെൻസറുകൾക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇതിന് ഒരു പേര് കൂടി ഉണ്ട്. ഇതിന് പാർട്ടി ഡ്രഗ് എന്ന പേരിൽ MDMA അറിയപ്പെടും. നോക്കണം, പാർട്ടി ഡ്രഗ് എന്ന പേരിൽ MDMA അറിയപ്പെടും. PSCക്കൊക്കെ ചോദ്യമാണ്, താഴെ പറയുന്ന സബ്സ്റ്റൻസുകളിൽ ഈ പറയുന്ന ഒരു വിഭാഗം പാർട്ടി ഡ്രഗ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഏതാണ് ആ സബ്സ്റ്റൻസ്? ഒരു ചോദ്യം PSCക്ക് ചോദിച്ച വാട്ടതിരിച്ച് ചോദ്യമാണ്. നോക്കണം, താഴെ 4 ഓപ്ഷൻ കൊടുത്ത് പെപ്തലിൻ, ഹെറോയിൻ, ബ്രൗൺ ഷുഗർ, MDMA. അല്ല, ഓപ്ഷൻ വന്നെങ്കിൽ MDMA ഉണ്ട്. അതിനകത്ത് MDMA ആണ് പാർട്ടി ഡ്രഗ് എന്ന പേരിൽ അറിയപ്പെടുന്ന ലഹരി. ആ പാർട്ടി ഡ്രഗ് എന്നറിയപ്പെടുന്ന ലഹരി ഏതാണെന്ന് ചോദിച്ചു. അപ്പോൾ നോക്കണം, 18 പരം സൈക്കോട്രോപ്പി സബ്സ്റ്റൻസുകൾ കില്ലഡസ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതും ചോദിക്കുന്നുണ്ട്. എത്ര ടൈപ്സ് സിന്തറ്റിക് ഈ ഡ്രഗ്സുകളാണ്, സൈക്കോട്രോപ്പി സബ്സ്റ്റൻസ് ആണ് കില്ലഡസ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? 16, 13, 8, 7 അല്ലെ, 18 പരം സൈക്കോട്രോപ്പി സബ്സ്റ്റൻസുകളാണ് കില്ലഡസ് കാറ്റഗറിയിൽ ഉള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് ഈ പറയുന്ന MDMA, പെപ്തലിൻ, ഹെറോയിൻ, ബ്രൗൺ ഷുഗർ, ആഷിക് ഓയിൽ പോലുള്ള 18 എണ്ണം ഉണ്ട്. അതിനകത്ത് പ്രത്യേകം ശ്രദ്ധിച്ചോണേ. അതിനകത്ത് ഒരുത്തരം ഈ കില്ലഡസ് കാറ്റഗറി എന്താ? ഒരു തവണ ഉപയോഗിച്ച രണ്ടാമത് ഉപയോഗിക്കാൻ ശരീരം ആവശ്യപ്പെടുന്ന ലഹരി പദാർത്ഥങ്ങൾ ഏതോ അതെല്ലാം കില്ലഡസ് കാറ്റഗറിയിൽ ഉള്ളതാണ്. അതായത് ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ, അറിഞ്ഞോ അറിയാതെയോ ഒരു പ്രാവശ്യം ഫസ്റ്റ് അറ്റംപ്റ്റ് നടത്തിയാൽ രണ്ടാമത് ഉപയോഗിക്കാൻ ശരീരം ആവശ്യപ്പെടുന്ന സൈക്കോട്രോപ്പി സബ്സ്റ്റൻസുകൾ ഏതോ അതെല്ലാമാണ് കില്ലഡസ് കാറ്റഗറി ഉള്ളത്. അതുകൊണ്ട് തന്നെ നാഷണൽ ഡ്രഗ് ആൻഡ് സൊസൈറ്റി പറയുന്നുണ്ട്, അറിഞ്ഞോ അറിയാതെയോ ഫസ്റ്റ് ഡോസ് എടുത്തു പോലും നിങ്ങൾ പരീക്ഷണം നടത്തരുത്. അത്രമേൽ അഡിക്ഷൻ ഉണ്ട് ഈ 18 എണ്ണത്തിൽ ഏതൊരുവനും. തമാശയ്ക്ക് ഉപയോഗിച്ചാൽ മതി ഏതെങ്കിലും ഒന്ന്. അതിനകത്ത് ഒരുത്തിന് പ്രത്യേകത ഉണ്ട്. എന്താ? ഒരുത്തൻ പാർട്ടി ഡ്രഗ് എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഇപ്പം ഈ ഓഡിറ്റോറിയത്തിനകത്ത് ഈ കസേര വന്നിട്ട് അവിടെ ഇരിക്കുക. ഈ കസേര ഫോട്ടോഗ്രാഫർ എടുത്ത് അവിടെ വന്നിരുന്നു, ഒരു കസേരയിൽ അവിടെ ഇരുന്നു. ഇവിടെ ചായ വെള്ളവും കൊടുക്കുകയാണ്. ചായ ഗ്ലാസ് ഒന്ന് എൻ്റെ തോന്നുന്നു അദ്ദേഹത്തിൻ്റെ കയ്യിലും കൊടുത്തു, അപ്പുറത്തെ മോളുടെ കയ്യിലും കൊടുത്തു. ഇവർക്ക് 2 പേർക്കും വേണമെങ്കിൽ ആരും അറിയാതെ MDMA ഇവിടുന്ന് കൊടുക്കാൻ പറ്റും. അതാണ് പാർട്ടി ഡ്രഗ്സ് എന്ന പേരിൽ അവൻ അറിയപ്പെടുന്നത്. ഇതൊരു പാർട്ടിയാണ്.
പക്ഷേ എനിക്ക് ഇവിടെ വെച്ചിട്ട് മദ്യം കൊടുക്കാൻ പറ്റുമോ? ആ ചായക്കകത്ത് മദ്യം വെച്ച് കൊടുക്കാൻ പറ്റുമോ? എന്നാൽ ആ ചായയുടെ കൂടെ സിഗരറ്റ് വലിക്കുന്നവന് കൊടുക്കാൻ പറ്റുമോ? എന്നെ ഓടിച്ചു വിടൂലേ? ബ്രൗൺ ഷുഗറും പെത്തോടെ ഹെറോയിനും കൊടുക്കാൻ പറ്റും ഇവിടുന്ന്? അത് കൊടുക്കണമെങ്കിൽ സ്റ്റീൽ വേണം, പൈപ്പ് വേണം, അടി ചൂടാക്കണം, അല്ല കുഴൽ വേണം, ഇൻഹേൽ ചെയ്യണം, ആൾക്കാരൊക്കെ നോക്കൂലേ? പക്ഷെ ഇവിടുന്ന് എനിക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ എന്താ സാധനം? എന്താ MDMA കൊടുക്കാൻ പറ്റും? എങ്ങനെ? ഈ MDMA എന്ന് പറയുന്ന സാധനം ക്രിസ്റ്റൽ ടൈപ്പുള്ള കല്ലാണ്. അമ്മമാരൊക്കെ സഹോദരന്മാരെ മനസ്സിലാക്കുക, ക്രിസ്റ്റൽ ടൈപ്പുള്ള കല്ല് ഒരു പഞ്ചസാര 3 തരി കഷ്ടമുണ്ടെങ്കിൽ ആ ഒരു വലിപ്പം ഉണ്ടാവും. ശരിക്കും നമ്മുടെ ഈ ചൂണ്ടുവിരലും തള്ളവിരലും ഇങ്ങനെ പ്രസ് ചെയ്താൽ മാക്സിമം നമ്മളിത് ഇങ്ങനെ പ്രഷർ കൊടുത്താൽ, കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഒരു 10 kg 10 kg വരെ നമുക്ക് ഈ പ്രഷർ ഇങ്ങനെ കൊടുക്കാൻ പറ്റും, 10 കിലോ വരെ. എന്നാൽ അതൊന്നും വേണ്ട. ഈ കൈയുടെ നടുക്ക് ഒരു തരി MDMA ഒരു കഷ്ണം എടുത്ത് വെച്ചിട്ട് ഈ ചൂണ്ടുവിരൽ വെച്ചിട്ട് ഞാൻ വെറും 400 ഗ്രാം പ്രഷർ കൊടുക്കുക. എന്നിട്ട് ഞാൻ ഇങ്ങോട്ട് കൈ അങ്ങോട്ടും സിപ്പ് ചെയ്ത് ഇങ്ങനെ ചെയ്തു. പൗഡർ പൊടിയുന്ന പോലെ പൊടിയും, പൗഡർ പൊടിയുന്ന പോലെ. മുഖത്തിടുന്ന പൗഡർ കണ്ടോണ്ട് അതുപോലെ പൊടിഞ്ഞു. ഈ പൗഡർ ഞാൻ എടുത്തിട്ട് ഈ മൊബൈലിൻ്റെ സ്ക്രീനിലിട്ടു. ഒരു മൊട്ടുസൂചി എടുത്തിട്ട് ഞാനൊന്ന് കുത്തി, എന്നിട്ട് ആ മൊട്ടുസൂചി ഇങ്ങനെ എടുക്കണം. X25 ഈ ഫോണ് ഞാൻ സൂം ചെയ്തിട്ട് മുട്ടുച്ചിയുടെ അഗ്രത്തിലുള്ള ഫോട്ടോ ഒന്ന് എടുക്കണം. വളരെ കുറച്ചുണ്ടാവുള്ള മുട്ടുച്ച അഗ്രത്തിനകത്ത് MDMA. അതും അത് ഇവിടെ ഇരിക്കുന്ന ഏതൊരു ചായയും, ഒരു സ്ട്രോങ് ചായ പോലും സോഡ പോലും കുടിക്കാത്ത നിങ്ങളുടെ ഒരു കുട്ടിയുടെ ആന്തരിക അവയവത്തിലേക്ക് ഈ മുട്ടിച്ച തലപ്പത്തുള്ള സാധനം എത്തിയാൽ മതി. പിന്നുണ്ടാകുന്ന കാര്യങ്ങളൊന്നും ഇവിടെ പറയാൻ പറ്റൂല. ആ ബ്രെയിൻ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെട്ടു, ന്യൂറോ സിസ്റ്റം മൊത്തം കളിപ്പിച്ചു, പിന്നെ ഇമാജിൻ തോട്ട്സുകൾ വന്നു, നമ്മൾ ആരെല്ലാം ഇഷ്ടപ്പെട്ട് കണ്ടു അതെല്ലാം നമ്മുടെ ഫ്രെയിമിലേക്ക് നമ്മൾ വരുന്നു. അങ്ങനെ വല്ലാത്ത ഒരു സാഹചര്യം നമ്മളെ കൊണ്ടു ചെന്നെത്തിച്ചു. നോക്കണം എത്ര ഈ മൊട്ടു സൂചിയുടെ അഗ്രത്തിൽ എത്രയുണ്ട് അത്ര. ഇനി ഞാൻ ഒരാൾ ടാർഗറ്റ് ചെയ്തു, ഇവിടെയുള്ള ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ആണ് ഞാൻ ടാർഗറ്റ് ചെയ്തു. നിങ്ങൾ നല്ല പൈസയുള്ള വീട്ടിൽ, നല്ല സമ്പന്ന വീട്ടിൽ നിന്നൊരു പെൺകുട്ടിയാണ്, പഠിക്കാൻ വേണ്ടി 40 ലക്ഷം വിട്ട് ജോർജിയയിലെ റഷ്യയിലെ MBBS പഠിക്കാൻ പറ്റിയ പെൺകുട്ടിയാണ്. ഞാനും അവിടെ ഉണ്ട്. എനിക്ക് എങ്ങനെയെങ്കിലും ആ പെൺകുട്ടിയെ വശത്താക്കണം, അവളുടെ പൈസയും സ്വത്തും അവളുടെ ശരീരം അവളെ എനിക്ക് ഉപയോഗപ്പെടുത്തണം. അപ്പം ഞാൻ എന്ത് ചെയ്തു? അവളോട് ചങ്ങാത്തം കൂടി അവളുടെ പുറകെയൊക്കെ നടക്കാൻ തുടങ്ങി. നോക്കണം, ഇതാര് പറഞ്ഞാന്നറിയാമോ? തിരുവനന്തപുരം ജില്ലയിലെ കമ്മീഷന് മുമ്പാകെ 21 വയസ്സുകാരിയായി എഞ്ചിനീയർ പഠിക്കുന്ന ബാംഗ്ലൂരിലെ പത്തനംതിട്ടക്കാരിയായ ഒരു പെൺകുട്ടി കമ്മീഷൻ വെളിപ്പെടുത്തല. അങ്ങനെ ശേഷം പ്രതി ചേർക്കപ്പെട്ടവനെ വിളിച്ചു വരുത്തിയപ്പോൾ അവൻ പറഞ്ഞത് MDMA കുട്ടിക്ക് കൊടുത്ത ചരിത്രം പറയണം എങ്ങനെയാണെന്ന്. അവൻ ചോദിച്ചാൽ എങ്ങനെയാണ് ഇത് പഠിച്ചെന്ന് ചോദിച്ചപ്പം അത് ബാംഗ്ലൂരിലെല്ലാം ഇങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു. ഈ 1 ഗ്രാം MDMA പിടിച്ച് ഈ സ്ക്രീനിലിട്ടിട്ട് ഞാൻ എടുത്തിട്ട് എന്നെ നഖത്തിനകത്ത് വെച്ചൊന്ന് സ്റ്റാമ്പ് ചെയ്തു, നന്നാക്കി. വീണ്ടും എടുത്ത് ഈ നഖത്തിൽ വെച്ച് സ്റ്റാമ്പ് ചെയ്തു, ബാക്കിയെടുത്ത് നഖത്തിലെല്ലാം വെച്ച് ഞാൻ സ്റ്റാമ്പ് ചെയ്തു. ഒരു നഖത്തിനകത്തിരിക്കുന്ന എത്ര MDMA ഉണ്ടാവും? 1000 മുട്ടുസൂചിക്കകത്ത് എത്രയുണ്ടോ അതിൻ്റെ 2 ഇരട്ടി ഉണ്ടാവും ഒരു നഖത്തിനകത്തേക്ക് എനിക്ക് സ്റ്റാമ്പ് ചെയ്ത് ഇങ്ങനെ വെക്കാൻ പറ്റും, പ്രസ് ചെയ്തിട്ട്. ഞാൻ ഈ ഫോട്ടോഗ്രാഫർ അവിടെ വന്നിരുന്നു, ആ മോൻ്റെ അടുത്ത് വന്നിരുന്നു. അപ്പുറത്തൊരു മോള് ഇരിക്കുന്നുണ്ട്. ചായ കൊടുക്കുന്നതിൻ്റെ കയ്യിലെ പേനയോ ടോർച്ചോ ഇല്ല മൊബൈലോ കീച്ചനെ താഴോട്ടിട്ടു. ഞാൻ പറഞ്ഞു ഒന്ന് എടുക്കുമോ പ്ലീസ്. അദ്ദേഹം ചായ ഇവിടെ ഉണ്ട്, ഞാൻ പിടിക്കാമെന്നോ ചായ വാങ്ങി. ഞാൻ ആ ചായക്കകത്ത് വിരലൊന്ന് അമർത്തി. ഞാൻ ആ സോഫ്റ്റ് ഡ്രിങ്ക്സിനകത്ത് വിരലൊന്ന് അമർത്തി വെച്ചു. എൻ്റെ ചൂണ്ട് വിരൽ 1 2 കാര്യപുത്ര 29 തന്മാത്ര, കാർബൺ 14, ഹൈഡ്രജൻ 11, നൈട്രജൻ 2, ഓക്സിജൻ 1. ഞാൻ കൈയിട്ട് സാധനം എന്താ എന്തുമാവട്ടെ, സോഫ്റ്റ് ഡ്രിങ്ക്സ്, കൂൾ ഡ്രിങ്ക്സ്, ചായ, കോഫി, എനിത്തിങ്, വാട്ടർ ആട്ടെ. വെള്ളമാണെങ്കിൽ 2 ഹൈഡ്രജൻ പ്ലസ് 1 ഓക്സിജൻ = H2O വാട്ടർ. ഒരു 1 2 3 സെക്കൻഡിനുള്ളിൽ കെമിക്കൽ ഓക്സിജൻ സംഭവിച്ചു, 3 സെക്കൻഡിനുള്ളിൽ. അപ്പോൾ ചാവി എടുത്തുനിന്ന് താങ്ക്സ് പറഞ്ഞു, ചിരിച്ചു. അദ്ദേഹത്തിന് ഗ്ലാസ് ഞാൻ കൊടുത്തു. അദ്ദേഹം ചായ വാങ്ങി കുടിച്ചു. ചായക്ക് ചമർപ്പോ കയ്പോ ഒന്നുമില്ലല്ലോ. രുചി മാറിയിട്ടില്ല. സ്മെല്ല് മാറിയോ? ഇല്ല. ഒരു രുചിയുമില്ല, ഒരു സ്മെല്ലുമില്ല, ഒരു സെൻസറുകൾക്കും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. നോക്ക്, ബ്രെയിനെ സ്വാധീനിക്കാൻ കഴിയുന്ന കില്ലഡ്രസ് കാറ്റഗറിയിൽപ്പെട്ട ഹിരോഷിമയിലും നാഗസാക്കിയിലും ഇട്ടിരിക്കുന്ന ആറ്റം അണുബോംബിനേക്കാൾ പ്രകരശേഷിയുണ്ട് ഈ പറയുന്ന MDMA എന്ന് പറയുന്ന രാസലഹരിക്ക്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാ മക്കളും അവസാനിപ്പിക്കുകയാണ്, ജാഗരൂകരാകുക. ഉറ്റവർ ഉടയവർ നൽകാത്ത ഒരു പാനീയങ്ങളും അസമയത്തും പാതയോരങ്ങളിലും ഒരുപക്ഷെ നമ്മുടെയൊക്കെ ആർഭാട സദസ്സുകളിലും DJ പാർട്ടികളിലും മ്യൂസിക് ഇവൻറ്റുകളിലും എക്സ്കർഷനുകളിലും ടൂറുകളിലും മറ്റുള്ള വിദേശ യാത്രകളിലൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കുക, അപരിചർ തരുന്ന പാനീയങ്ങളും നമ്മുടെ റൂംമേറ്റുകൾ തരുന്ന പാനീയങ്ങളും അല്ലെങ്കിൽ ഹയർ സ്റ്റഡിക്ക് പോകുമ്പോൾ ഹോസ്റ്റലിൽ നിന്ന് നമുക്ക് വിശ്വാസമില്ലാതെ പലർ തരുന്ന പാനീയങ്ങളും ഒന്നും നമ്മൾ കുടിക്കാൻ പാടില്ല. സംശയത്തിൽ തന്നെ നമ്മളത് നോക്കിക്കാണണം. നമ്മുടെ ബ്രെയിനകത്ത് സ്വാധീനിച്ചു നമ്മൾ അറിയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉറ്റവരെയും ഉടയവരെയും ഒന്നും നമ്മൾ മറന്നു പോകും. നമ്മുടെ ബ്രെയിൻ കുറച്ച് ഹാപ്പിനെസ് ഉണ്ടാവും. നമ്മുടെയൊക്കെ ചിലപ്പോൾ ഉറക്കം നഷ്ടപ്പെടും. രാത്രി പകലാക്കും, പകൽ രാത്രിയാക്കും. സാധാരണ MDMA പോലുള്ള സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ഉപയോഗിക്കുന്നവർ ഉറങ്ങൂല, രാത്രി മൊത്തം പകലാക്കും. എത്ര സമയം വേണമെങ്കിലും ഉണർന്നിരിക്കും അവർ. അപ്പം മനസ്സിലാക്കേണ്ടത്, എനിക്കെന്തോ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്, എവിടെയോ എനിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്. ഏറ്റവും അടുത്ത സമയത്ത് തന്നെ നല്ലൊരു സൈക്കാട്രിക് ഇൻ്റർവെൻഷൻ നമ്മൾ നേടണം.
അല്ലെങ്കിൽ അത് എക്സ്പെർട്ട് അയാളെടുത്ത് പോകണം. അതിന് പ്രതിവിധിയുണ്ട്. കാരണം ഒരു ഫസ്റ്റ് ടൈം നമ്മൾ ഉപയോഗിച്ച രണ്ടാമത് 48 മണിക്കൂറിനുള്ളിൽ ബ്രെയിൻ വീണ്ടും ആവശ്യപ്പെടും, എനിക്ക് ആ സാധനം എന്താ താന്ന് പറഞ്ഞാൽ ആവശ്യപ്പെടും. അതുകൊണ്ട് തന്നെയാണ് നാഷണൽ ഡ്രഗ് കൺട്രോൾ സൊസൈറ്റി പറയുന്നത് ഫസ്റ്റ് ടൈം പരീക്ഷണത്തിന് പോലും നിങ്ങൾ ഈ കില്ലഡസ് കാറ്റഗറിയിൽപ്പെട്ട ഒരു സൈക്കോട്രോപ്പി സബ്സ്റ്റൻസ് ഉപയോഗിക്കരുത്. കാരണം നിങ്ങളുടെ മനസ്സും ശരീരവും വേണ്ടാന്ന് പറഞ്ഞാലും നിങ്ങളുടെ മനസ്സ് വേണ്ടാന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശരീരം സമ്മതിക്കില്ല, ശരീരം അത് തേടിപ്പോവും. കാരണം അത്രമേൽ അഡിക്ഷനുള്ള സൈക്കോട്രോപ്പി സബ്സ്റ്റൻസ് ആണെന്ന് മാത്രം പറയുന്ന ഈ അവസരത്തിൽ പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ വീട്ടിൽ ആരെയെല്ലാം വേദനിപ്പിച്ചാലും മാതാപിതാക്കളെ വേദനിപ്പിക്കാതെ അവരെ ചേർത്ത് പിടിക്കുക. ഇന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ മെമൻറ്റോയൊക്കെ ഇവിടുന്ന് ഈ നമ്മുടെ QMRCC ഇവിടുന്ന് നിങ്ങൾക്ക് നൽകുന്നുണ്ട്. ഒരുപക്ഷെ ഇതിനേക്ക് നിങ്ങൾ ഇത് വാങ്ങാനായി നിങ്ങളിവിടെ പ്രാപ്തരാക്കിയ നിങ്ങളുടെ ഉമ്മയും ഉപ്പയും അച്ഛനെയും അമ്മയൊക്കെ നിങ്ങളുടെ ഹൃദയത്തിൽ എപ്പോഴും ഓർക്കുക. പ്രത്യേകിച്ച് ഞാൻ എല്ലാ വേദികളും ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഈ അച്ഛന്മാരൊക്കെ പെട്ടെന്ന് മരിച്ചു പോയിക്കൊണ്ടിരിക്കുക, ഈ ഉപ്പമാർ. അതിന് പ്രധാന കാരണമുണ്ട്. ഈ 55-50 വയസ്സൊക്കെ ഉപ്പമാർക്കായാൽ എല്ലാവരും പറയുന്നു ഈ കൊറോണയ്ക്ക് ശേഷമുള്ള വാക്സിനാണ് ഈ പ്രശ്നമാണ് ഇപ്പോൾ പെട്ടെന്ന് ചെറുപ്പക്കാരെല്ലാം മരിക്കുന്നത്. ഈ പറയുന്ന 35-40 വയസ്സിനുള്ളിലും 55 വയസ്സിലായ ചെറുപ്പക്കാരെ മരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പെൺകുട്ടികളൊക്കെ ഓർത്തോണം, നിങ്ങൾക്ക് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ കരുണയൊക്കെ കാണിക്കേണ്ടത് ഉപ്പമാരോടാണ്. പ്രത്യേകിച്ച് അവരോട് കൂടുതൽ ഇടപഴകുക, അവരുടെ ജീവിത കാര്യങ്ങൾക്കുള്ളിൽ ഇടപെടുക. എല്ലാ പെൺകുട്ടികളും ഇവിടെ ഇരിക്കുന്ന ആൺകുട്ടികളൊക്കെ ഉപ്പമാരോട് പറയേണ്ടതെന്ന് ചോദിച്ചാൽ, ഉപ്പ എന്നെ നിങ്ങൾക്ക് 100% വിശ്വസിക്കാം. ഞാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ മാത്രമേ എൻ്റെ ജീവിതം നയിക്കപ്പെടുകയുള്ളൂ. ഒരു തരത്തിലും ഒരുപക്ഷെ നിങ്ങളെ സങ്കടപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോകില്ല. കാരണം മാതാപിതാക്കളെ സങ്കടപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ഈ ഭൂമിയിൽ ഒന്നും നിങ്ങൾക്ക് നേടാൻ പറ്റില്ല. എന്നൊരു കാര്യം ഞാൻ അടിവരായിട്ട് പറയുകയാണ്. ഇടവണ്ണയിലൊരു കുഞ്ഞ് ഒരു കത്തെഴുതി വെച്ചിട്ടാണ് ഇറങ്ങിപ്പോയത്. എന്താ കത്തെഴുതിയിരിക്കുന്നത്? എന്താണ്? ഉമ്മ പൊറുക്കണം, ഞാൻ പോവുകയാണ്, എന്നെ ഇനി അന്വേഷിക്കേണ്ടതാണ്. ആ കത്തുമായിട്ട് ഇടവണ്ണ സ്റ്റേഷനിൽ വന്നിട്ടാണ് ആ ഉമ്മ നിലത്ത് വീണത്. എങ്ങനെയാണ് ഉമ്മ ആ തുണി അലക്കാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സുമായിട്ട് ഉമ്മ അവിടെ സ്റ്റേഷനിൽ വന്നത്? നോക്കുമ്പോൾ ആ നൈറ്റ് പുറകിൽ കീറിയിട്ടുണ്ട്, തട്ടം പോലും ഇല്ല. ആ തോർത്തെടുത്ത് ഓടിയേക്കണം. ഉച്ച സമയത്ത് ഈ 16 വയസ്സുകാരിയുടെ ആ മുഷിഞ്ഞ ഡ്രസ്സ് കഴുകാൻ വേണ്ടി എടുത്തപ്പോൾ ഒരു സർഫ് ഡിന്നിൻ്റെ അടിയിൽ ഒരു കത്തിരിക്കണു, ഉമ്മ പൊറുക്കണം, എന്നെ ഇനി അന്വേഷിക്കേണ്ട, ഞാൻ ഓൻ്റെ കൂടെ പോവുകയാണ്. ആ കത്തും പിടിച്ചോണ്ട് ഇടി വെട്ടിയല്ലേ ഉമ്മ നിലത്ത് വീണു. ആ സാധുശ്രീ അതുമായിട്ട് ഓടി സ്റ്റേഷനിൽ വന്നത്. എന്നിട്ട് പറഞ്ഞു, സാറേ എളുപ്പം എൻ്റെ കുട്ടരെ കിട്ടണം, ഇവളെ ഉപ്പ എറിഞ്ഞു കഴിഞ്ഞാൽ നെഞ്ച് പൊട്ടിച്ചാവും സാറേ, ഓക്ക് വേണ്ടി എൻ്റെ ഭർത്താവ് ജീവിക്കുന്നതെന്ന് പറഞ്ഞു. എന്നും ആ ഉമ്മയുടെ മുഖം എൻ്റെ മനസ്സൊന്നും മാറിയിട്ടില്ല. ആ ഉമ്മ പറഞ്ഞത്, ഇവക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ ഭർത്താവ് ഈ ഭൂമി ജീവിക്കണത് തന്നെ, എൻ്റെ കുഞ്ഞ് പോയി എന്ന് പറയാൻ മനുഷ്യൻ ജീവിച്ചിരിക്കൂല എന്നാണ് പറഞ്ഞത്. നോക്കണം. ശേഷം ആ കുഞ്ഞ് പോയി കണ്ടെത്തി, അരിയാനെ വെച്ചൊരു കോളനി വെച്ച് കണ്ടെത്തി തിരിച്ചു കൊണ്ടുവന്നപ്പം അങ്ങനെ ആരുടെ കൂടെ പോകാനാന്ന് ചോദിച്ചപ്പോഴാണ് മനസ്സിലായി ചെറുക്കൻ്റെ കൂടെ തന്നെ പോകാനാന്ന് പറഞ്ഞു. പ്രായമില്ലാത്തതുകൊണ്ട് നിർഭയിലൊക്കെ ആക്കി. അങ്ങനെ ശേഷം 18 വയസ്സ് കഴിഞ്ഞ് കുട്ടിയുടെ കാര്യങ്ങളൊക്കെ അറിയാമെന്ന് ചോദിച്ച് മനസ്സിലാക്കിയ പറഞ്ഞു 18 വയസ്സ് കഴിഞ്ഞപ്പോഴേക്കും ആ പയ്യൻ വേറൊരു കല്യാണമൊക്കെ കഴിഞ്ഞ് പോയി എന്ന് അറിഞ്ഞു. അങ്ങനെ ഇവക്ക് ഈ കുട്ടി സൈക്കാട്രിക് പേഷ്യൻ്റായി, മാനസിക പ്രശ്നമുണ്ടായി. അവസാനം ഇപ്പോൾ നോക്ക്, ആ കുട്ടി വീട്ടിലുണ്ട്. ആരാ വീട്ടിലുള്ളത്? സ്വന്തം ഉമ്മയും ഉപ്പയും. മനസ്സിലാക്കണം അല്ലേ? 6 മാസത്തെ പരിചയത്തിൻ്റെ മുകളിൽ പ്രണയം സത്യമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് അവൻ്റെ കൂടെ ട്രെയിൻ കയറി അങ്ങ് ഒരു സ്റ്റേറ്റിലേക്ക് പോയി. പോലീസ് ലൊക്കേഷൻ പ്രകാരം കണ്ടുപിടിക്കുമ്പോൾ ഒരു ചീഞ്ഞളിഞ്ഞ ഗ്രാമത്തിൽ ഒരു ചൂട് കയറിലെ കട്ടിരുന്നു കൊണ്ട് ബീൻസ് പൊളിക്കുകയാണ് ഈ പെൺകുട്ടി. ആകെ ക്ഷീണിച്ചവളും ആകെ മാറി ഒരു വൃത്തിയില്ലാത്തൊരു കോളനിയിൽ. നോക്കണം, അവിടെ വെറും 6 മാസത്തെ പ്രണയമാണ് ഒരു ദുരന്തത്തിൽ കൊണ്ടുചെന്ന് എത്തിച്ചത്. അതുകൊണ്ട് ഇവിടെ എല്ലാ മക്കളോടും പറയാം, ജീവിതം എന്ന് പറയുന്നത് ഏറ്റവും സുന്ദരമായ ഒരു നിമിഷമാണ്. ജീവിതമാണ് ലഹരി. ഈ സമയങ്ങളിൽ നിങ്ങളുടെ പഠനത്തിനായിട്ടാണ് നിങ്ങൾക്ക് സമർപ്പിച്ചിരിക്കുന്നത്. ജീവിതത്തിനകത്തും ഏറ്റവും മനോഹരമായ നിമിഷങ്ങളെ സമ്മാനിക്കാൻ പറ്റുന്നത് ഒരുപക്ഷെ നമ്മുടെയൊക്കെ മനസ്സ് മറ്റാരുടെ കയ്യിലും നിങ്ങൾ കൊടുക്കരുത്. കൊടുത്താൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല, ഒരു മെമൻറ്റേ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റില്ല, ഒരു ഉയരങ്ങളിലേക്ക് നിങ്ങൾക്ക് നടക്കാൻ പറ്റില്ല. കാര്യം മനസ്സ് ഉടക്കി പോയി കഴിഞ്ഞാൽ ഓർമ്മകളും ചിന്തകളും മെസ്സേജും അതിൻ്റെ സ്വപ്നങ്ങളുമായിട്ട് നിങ്ങൾ വേറോ ലോകത്തേക്ക് കടന്നു പോകും. അതേ സമയത്ത് ഇതെല്ലാം എനിക്ക് തൽക്കാലത്തേക്ക് വേണ്ട, കാര്യം എനിക്കിപ്പോൾ പഠിക്കേണ്ടയും നയിക്കേണ്ടയും സാഹചര്യമാണെന്ന് പറഞ്ഞ് മാത്രം ജീവിച്ചാൽ നിങ്ങളെല്ലാം ജീവിതത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ കൈയടക്കും, ഒരു സംശയമൊന്നുമില്ല. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം, നിങ്ങളുടെയൊക്കെ ജീവിതത്തിനകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന, നിങ്ങളുടെ വിജയങ്ങൾക്ക് മുമ്പിൽ സന്തോഷിക്കുന്ന ആളുടെ പേരാണ് ഉപ്പ, അല്ലേ? നിങ്ങളുടെ വിജയങ്ങൾക്ക് മുമ്പിൽ സന്തോഷിക്കുന്ന ഒരാളാണ് ഉപ്പ. നിങ്ങൾ എന്തെങ്കിലും കുറ്റപ്പെടുത്തലുകൾ നടത്തിയാൽ ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന ഒരാളും ഉപ്പയാണ്. ഒരുപക്ഷെ നിങ്ങൾ ചില കണക്ക് പറച്ചിലുകൾ നടത്തിയാൽ മൗനിയായി പോകുന്ന ആൾ ഉപ്പയാണ്. നിങ്ങളൊരുപക്ഷെ കത്ത് എഴുതി വെച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ ആൾത്തിരക്കും സമൂഹവും അതുപോലെ തന്നെ ആരാധനകളും ഒന്നും പോകാതെ വീട്ടിനകത്ത് മാത്രം ഒതുങ്ങിക്കൂടുന്നവനായി ഉപ്പ മാറും, ഉറപ്പാണ്. ഈ മകള് പോയതിന് ശേഷം ഉപ്പ 19 കിലോ തൂക്കം ഉണ്ടായിരുന്നു. ഈ മോള് പോയതിന് ശേഷം മനുഷ്യൻ 30 കിലോ തൂക്കമുള്ളൂ. 30 കിലോയായി ചുരുങ്ങിപ്പോയി ആ മനുഷ്യൻ, ഇല്ലേ? ഇങ്ങനെ മാതാപിതാക്കളെ സങ്കടപ്പെടുത്തിക്കൊണ്ട്
ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു പെൺകുട്ടിയെ അവരുടെ മാതാപിതാക്കളുടെ അനുമതിയില്ലാതെ, കൺസെൻ്റ് ഇല്ലാതെ സ്വന്തം ജീവിതത്തിലേക്ക് ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ ക്ഷണിച്ചാൽ ആ ക്ഷണിക്കുന്ന ചെറുപ്പക്കാരന് ആ പെൺകുട്ടിയുമായിട്ട് ജീവിതത്തിൽ പ്രകാശം പരത്തി എത്ര ദീർഘസുമംഗലിയായി ഈ മണ്ണിൽ ജീവിക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസം എനിക്കില്ല. കാരണം അവളെ വളർത്തി വലുതാക്കിയ ഒരു മാതാപിതാക്കളുണ്ട്. അവരുടെ കൺസെൻറ്റ് വാങ്ങാതെ, അവരുടെ സ്നേഹവും അവരുടെ വായ്പകളും ലഭിക്കാതെ ഒരു രീതിയിലും ജീവിതം മുൻപോട്ട് നയിക്കപ്പെടാൻ നിങ്ങൾക്ക് പറ്റൂല. പിന്നെ ഒരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, അതേപോലെ ജീവിതത്തിനകത്ത് ഉമ്മയെ ഒരിക്കലും നിങ്ങൾ സങ്കടപ്പെടുത്തരുത്. നിങ്ങളുടെ വരവൊന്ന് വൈകിയാൽ ഉമ്മറപ്പടിയിൽ മറ്റൊരു പ്രസവേന അനുഭവിക്കുന്ന മാലാഖയുടെ പേരാണ് ഉമ്മ. ഒരുപക്ഷേ വീടിൻ്റെ ഗൃഹാന്തരീക്ഷത്തിൻ്റെ ഇരുണ്ട ഇടനാഴിയിൽ ചൂടിനോടും ചാരത്തോടും ചുക്കിലിയോടും പടവെട്ടി ചുക്കി ചുളിഞ്ഞുപോയ പഴന്തുണി കഷ്ണം ഏതാന്ന് ചോദിച്ചാൽ ഉമ്മയാണ്. അവളെ സങ്കടപ്പെടുത്തരുത്. സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിക്കാതെ പോയ മദർ തെരേസമാരാരാന്ന് ചോദിച്ചാൽ അതൊക്കെ നമ്മുടെ അമ്മമാരാണ്. ഒരുപക്ഷെ വിളമ്പിക്കൊടുത്ത് തനിക്ക് തികയാതെ വരുമ്പോൾ ഉമ്മ പറയും മോനെ മോളെ, ഉമ്മാക്ക് ഇത് ഇഷ്ടമല്ല, എൻ്റെ മക്കൾ കഴിച്ചോ എന്ന് കള്ളം പറയുന്നവളാണ് ഉമ്മ. ആ ഉമ്മമാരെ ഒന്നും നമ്മൾ സങ്കടപ്പെടുത്തരുത്. ദൈവത്തിൻ്റെ മുമ്പിൽ സ്വന്തം കാര്യങ്ങളെല്ലാം മറച്ചു വെച്ച് മക്കളുടെ നന്മയ്ക്കും ആരോഗ്യത്തിനും കുടുംബത്തിനും വേണ്ടി മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്ന ഒരുവളി മണ്ണിലുണ്ടെങ്കിൽ അവളുടെ പേര് ഉമ്മയാണ്. അവളെ സങ്കടപ്പെടുത്തരുത്. എൻ്റെയും നിൻ്റെയും എല്ലാം വിഴുപ്പലക്കി ചൊട്ടിച്ചുളിഞ്ഞു പോയ ഒരു പഴന്തുണി കഷ്ടമാണ് ഉമ്മ. ഗൃഹാന്തരീക്ഷത്തിൻ്റെ ഇരുണ്ടിടനാടിയിൽ ചൂടിനോടും ചാരത്തോടും പടവെട്ടി ഒടുവിൽ അവൾ മൃതിയടയുന്നവളുടെ പേരും ഉമ്മയാണ്. അവളെ ഒരിക്കലും ജീവിതത്തിൽ നിങ്ങൾ സങ്കടപ്പെടുത്തരുത്. നമ്മൾ അണ്ണാങ്കുഞ്ഞിനെ പിടിച്ച് കിളിക്കുഞ്ഞിനെ പിടിച്ച് നിങ്ങൾ ഉമ്മർത്ത് താലോചിച്ച് നോക്ക്. അതിൻ്റെ കരച്ചിൽ കേൾക്കുമ്പോൾ ഉമ്മ അടുക്കളയിൽ നിന്ന് വിളിച്ച് പറയും, മോനെ മോളെ എന്നെ തുറന്നു വിടും മക്കളെ, അതിൻ്റെ തള്ള അതിനെ കണ്ടില്ലെങ്കിൽ ഇപ്പം കരഞ്ഞു വരും എന്ന് പറയുന്നവളാണ് ഉമ്മ. അവളെ സങ്കടപ്പെടുത്തരുത്. ഒടുവിൽ ഈ സാഗരം കളമൊഴിഞ്ഞു പോകുമ്പോൾ വാടിക്കരിഞ്ഞ ചെടികളും പൂവും ഞാനും നിങ്ങളും ഒക്കെ പറയും, എൻ്റെ ഉമ്മയില്ലാത്ത വീട്, എൻ്റെ അമ്മയില്ലാത്ത വീട് വീടേയല്ല. ഞാൻ എത്ര വൈകിയ രാത്രി വീട്ടിൽ ചെന്നാലും എൻ്റെ അമ്മ ബെഡ്റൂമിൽ ഒരു സ്വിച്ച് ഉണ്ട് ഇങ്ങനെ, അത് 3-4 പോർഷനാണ്. അമ്മയുടെ ഈ വലത് കൈ പൊങ്ങൂല. ഞാൻ വെറുതെ വാരി എന്ന് പറയുന്ന റിയാലിറ്റി ഷോയിലെ ഫൈനൽ കണ്ടസ്റ്റൻസ് ആണ്. ആ ഷോയിൽ ഞാൻ പറയുന്നുണ്ട്, അമ്മയ്ക്ക് കൈ മുകളോട്ട് പൊങ്ങൂല. ഒരു ഭാഗം ഷോക്ക് വന്നുകൊണ്ട് അമ്മ പലപ്പോഴും ഞാൻ വീട്ടിൽ വണ്ടി എത്തിയാൽ അപ്പം അമ്മ കാർപോർച്ചിൽ വണ്ടി കയറുമ്പം ഈ സ്വിച്ച് താക്കും. കാർപോർച്ചിൽ നിന്ന് ഇറങ്ങി വരുമ്പം അമ്മ കാർപോർച്ച് ലൈറ്റ് കെടുത്തും ഈ സിറ്റൗട്ടിലെ ലൈറ്റ് തെളിയിക്കും. സിറ്റൗട്ട് നേരെ അകത്തോട്ട് പോകുമ്പോൾ സിറ്റൗട്ടിലെ ലൈറ്റ് കെടും, അകത്തെ ലൈറ്റ് കത്തും. പക്ഷെ അവൾ ജീവിച്ചിരിക്കുന്ന കാലം അത്രമേ ഈ ലൈറ്റ് ഇങ്ങനെ പ്രകാശിക്കുള്ളൂ. 76 വയസ്സുള്ള എൻ്റെ അമ്മ എന്ന് കണ്ണടയുന്നോ അന്ന് ആ ലൈറ്റുകൾ അത്ര കൃത്യമായിട്ട് പ്രകാശിക്കില്ല. ഒരു കാര്യം കൂടെ പറയുകയാണ്, അച്ഛൻ ഞാൻ ചെറുപ്പളശ്ശേരി ക്ലാസ് എടുക്കാൻ പോകുമ്പോഴാണ് അമ്മ പറയണേ, മോനെ ഇന്നലെ അപ്പനെ ഉറങ്ങിയിട്ടില്ല രാത്രി. ഞാൻ എൻ്റെ അച്ഛനെ അപ്പാന്ന് വിളിക്കുക, ഉറങ്ങിയിട്ടില്ല. ഞാൻ അടുത്ത് പോയി ഓടി ചെല്ലുകയാണ്. ഷർട്ടിൻ്റെ ബട്ടൺസ് പോലും ഇട്ടില്ല, കാര്യം സമയം പോയി. കലക്ടർ വരുന്ന പരിപാടിയാണ് ചെറുപ്പളശ്ശേരിയിൽ. എൻ്റെ വീടിനോട് നിന്ന് 70 കിലോമീറ്റർ ഉണ്ട്. ഓടിപ്പോയി അടുത്ത് പോയിട്ട് ചോദിച്ചു, ഇന്നലെ ഇവിടെ വേനയായിരുന്നു മോനെ അപ്പനെ, രാത്രി മൊത്തം ചൂട് പിടിച്ചു, കാപ്പിയൊക്കെ കുടിച്ചു, മോനെ അറിയിച്ചില്ല എന്ന് പറഞ്ഞു. എന്ത് പറ്റി അപ്പാന്ന് ചോദിച്ചു. ഇവിടെ പിടിച്ച് ഞെക്കിയപ്പോൾ പറഞ്ഞു, ഇവിടെയാണോ ചോദിച്ചു. അവിടെ അല്ല മക്കളെ വേന, ഇവിടെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ പിടിച്ച് തിരിഞ്ഞെന്ന് പറഞ്ഞിട്ട് അച്ഛനെ പുറത്ത് പിടിച്ച ഞെക്കി ഇങ്ങനെ. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അവിടെ അല്ല മക്കളെ, അതാ ഇവിടെ വേനാണ്. അപ്പോൾ അവിടെ പിടിച്ച് ഞെക്കി. എനിക്ക് തോന്നുന്നു അവിടെയല്ല ഇവിടെയാണല്ലോ മക്കളെ പറഞ്ഞു ഇവിടെ. അപ്പോൾ ഞാൻ കുറച്ച് ക്ഷമയില്ലാതെ എൻ്റെ അച്ഛനോട് പറഞ്ഞു, ഒന്ന് ഉറപ്പിച്ച് പറ, അവിടെ എവിടെയെന്ന് പറയാം, ഉറപ്പിച്ച് പറ. എത്രയോ ചുമട് ഗുളികയില്ല, ഞാൻ കഴിഞ്ഞ ചില കൊണ്ടുപോയി വാങ്ങി തന്നെ, അത് കഴിച്ചാൽ മതി, ചൂടുവെള്ളം കുടിച്ചാൽ മതി, ഗ്യാസ് ആയിരിക്കും. അപ്പോൾ എൻ്റെ മുഖത്ത് നോക്കി എൻ്റെ അച്ഛൻ ദയനീയമായിട്ട് ചോദിച്ചു, ഗ്യാസ് ആയിരിക്കുമല്ലേ മക്കളെ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അച്ഛനോട് ചോദിച്ചു, കൊണ്ടുപോകണോ വേണേ പറ എന്ന് പറഞ്ഞു. കൊണ്ടുപോകണോ വേണേ പറ, വേണ്ട മക്കളെ എന്ന് പറഞ്ഞു. അത് പറഞ്ഞ് ഞാൻ ഓടി വന്ന് ഷൂ ഇട്ട് വണ്ടിയെ കയറി. നല്ല സ്പീഡിലാണ് വണ്ടി വിടുന്നത്. ചെറുപ്പളശ്ശേരിയിലെത്തി. വലിയ സദസ്സാണ്, ഐഡിയൽ കോളേജാണ്, കലക്ടറുമുണ്ട്. പരിപാടി കഴിഞ്ഞു. മൊബൈല് സൈലൻ്റൊക്കെ എവിടെ ചെന്നാലും. നേരെ അത് കഴിഞ്ഞ് അടുത്ത് സംഘാടകർ വീട്ടിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ചു. കാറിൽ വന്ന് മൊബൈൽ ഇങ്ങനെ ഇരിക്കുന്നത്, ലൈറ്റ് ഇങ്ങനെ കത്തുന്നുണ്ട്. സമയം ഒരു 3-3:30 മണിയാണ്, 4 മണിയായിട്ടുണ്ട്. ഫോൺ ഇങ്ങനെ എടുത്തു നോക്കുമ്പം എൻ്റെ അയൽവാസി രതീഷ് വിളിക്കുന്നുണ്ട്. ഹലോ പറഞ്ഞു. എന്ത് മനുഷ്യനെ ഫിലിപ്പെട്ട നിങ്ങളും ചോദിച്ചു. എന്തായാലും ചോദിച്ചു, എത്ര പ്രാവശ്യം നിങ്ങളെ വിളിക്കണേ, ഓ വല്ലാത്തൊരു ആളെ കേട്ടോ നിങ്ങൾ അച്ഛന് തീരെ വയ്യ, പെട്ടെന്ന് വരാൻ പറഞ്ഞു. പെട്ടെന്ന് വണ്ടിയുടെ ബ്രേക്ക് ഞാൻ ചവിട്ടി. എനിക്കൊരു ഓർമ്മയൊന്നും കിട്ടുന്നില്ല, സൈലൻ്റ് ആയിരുന്നല്ലോ ഫോൺ. പിന്നെ നോക്കുമ്പം എൻ്റെ അമ്മയുടെ 54 കോളുണ്ട്, എൻ്റെ അമ്മ വിളിച്ചിട്ടുണ്ട്, 54 കോള്. അതിൽ പിന്നെ പെങ്ങളുടെ കോളുണ്ട്. എല്ലാം ഒന്ന് സ്ക്രോൾ ചെയ്തു. എല്ലാ കോളിലും എടുക്കാനൊരു പേടിയായി.
അടുത്ത് എൻ്റെ വേറെ അയൽവാസി വിളിക്കുന്നുണ്ട്, എടാ നീ എവിടെത്തിയും ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്താ അനിയും, ഞാൻ ആ കാര്യം പറയാമെന്ന് പറഞ്ഞു. എന്ത് പറ്റി, അപ്പൻ എന്ത് പറ്റിയും ചോദിച്ചു. അതിന് പുള്ളി ഒന്നും മിണ്ടുന്നില്ല, മിണ്ടാതെ നിൽക്കുകയാണ് അവിടെ. മറുതലയ്ക്ക് ശബ്ദമില്ല. എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നത്, കൊണ്ടുപോകണോ, വേണേ പറ, ആ ഗുളിക മാത്രം കുടിച്ചാൽ പോരെ, ചൂടുവെള്ളം കുടിച്ചാൽ പോരെ, ഗ്യാസ് ആയിരിക്കും, ഇതാ എൻ്റെ മനസ്സിൽ വരണേ. പക്ഷേ വീട്ടിൽ ഏകദേശം 1.5 മണിക്കൂർ വണ്ടി വിടണം. പക്ഷേ ഞാനൊരു 40 മിനിറ്റ് കൊണ്ട് വണ്ടി എത്തി. വണ്ടി ഓഫാക്കാതെ ഇറങ്ങി ഓടി. കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുള്ളൂ. അച്ഛൻ ഞാൻ ഇറങ്ങി ഒരു ഉച്ചയ്ക്ക് ഒരു 12 മണിയായ തൊട്ട് വേദന തുടങ്ങി. അച്ഛന് കാർഡിയോ അറസ്റ്റായിരുന്നു. എൻ്റെ അച്ഛൻ ആരെയും വിളിക്കാൻ സമ്മതിച്ചില്ല. എൻ്റെ അച്ഛൻ പറഞ്ഞു, എൻ്റെ മോൻ വരട്ടെ, അവൻ വന്ന്, അവന് ഒരുപാട് ഡോക്ടർമാരെ പരിചയമുണ്ട്, അവൻ വന്ന് എന്നെ കൊണ്ടുപോയിക്കോളൂ, നീ അവനെ വിളിയെന്ന് പറഞ്ഞു. പക്ഷേ അതിനുശേഷം ഞാൻ എൻ്റെ മൊബൈൽ ഫോണുകൾ ഒരു സദസ്സിലും ഞാൻ സൈലൻറ്റ് ചെയ്യാറില്ല. 54 കോളുകൾ എൻ്റെ അമ്മയുടെ ഞാൻ കാണാതെ പോയി. ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടപ്പെടുത്തലാണ് എനിക്ക് ജീവിതത്തിൽ എനിക്കുണ്ടായത്. ഫിലിപ്പമ്പാട് എന്ന് പറയുന്നത്, എനിക്ക് ഒരുപാട് ഡോക്ടർമാരായിട്ട് ബന്ധമുണ്ട്, 2 വണ്ടിയുണ്ട്. പക്ഷേ അച്ഛൻ്റെ ചെറിയ വേദനകളെ കാണാതെ പോയി. കൊണ്ടുപോകണോ, വേണമെങ്കിൽ പറ, വേണ്ട മക്കളെ എന്ന് പറഞ്ഞു. പക്ഷേ ആ സമയത്ത് എൻ്റെ അച്ഛനെ ആശുപത്രി കൊണ്ടുപോകാമായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്നും അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടാവും മണ്ണിൽ. ഫ്യൂണറെല്ലാം കഴിഞ്ഞു. ഞാൻ വീട്ടിനകത്ത് കയറിയപ്പം അമ്മയുടെ കാലിലും കയ്യിലെല്ലാം നിറച്ച് ചോരയുണ്ട്. അച്ഛൻ്റെ മൂക്കുന്ന ചോര വന്നിട്ടുണ്ട്. കട്ടിലിൽ അച്ഛൻ എന്നെ നോക്കുന്ന പോലെ എനിക്ക് തോന്നിയത്. അച്ഛൻ മരിച്ചൊരു 3/4 മണിക്കൂർ കഴിഞ്ഞിരുന്നു. പിറ്റേ ദിവസം ഫ്യൂണറെല്ലാം കഴിഞ്ഞു. സെമിത്തേരിയിൽ ഒറ്റയ്ക്ക് പോയി ഞാൻ എൻ്റെ അച്ഛൻ്റെ ആ കല്ലറയിൽ പോയി ഏറ്റവും കൂടുതൽ നേരം വരുന്ന പൊട്ടിക്കരഞ്ഞു. ഇന്നും എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകുമ്പം അച്ഛൻ്റെ സെമിത്തേരിയിൽ പോയി പ്രാർത്ഥിക്കും ഞാൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എൻ്റെ ആജ്ഞയിൽ അപേക്ഷയാണ്, നമ്മുടെയൊക്കെ പ്രായമുള്ള മാതാപിതാക്കളുടെ ചെറിയ വേദനകളെ നിങ്ങൾ തള്ളിക്കളയരുത്. അവരുടെ ചെറിയ വയ്യായികളെ നിങ്ങൾ കാണാതെ പോകരുത്. നാളെ നിങ്ങൾക്ക് കുറച്ചവരെ നന്നായി നോക്കാം, കരുതാമെന്ന് നിങ്ങൾ വിചാരിച്ചാൽ ദൈവം നിങ്ങൾക്ക് അവസരം തരില്ല. അതുകൊണ്ട് ഓർക്കുക. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. മക്കൾക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കരുത്, മക്കൾക്ക് വേണ്ടി നിങ്ങൾ ഉരുകരുത്. ഇത് ഫിലിപ്പമ്പൻ്റെ മാത്രം കോട്ടാണ്. മക്കൾക്ക് വേണ്ടി നിങ്ങൾ ഉരുകരുത്, മക്കൾക്ക് വേണ്ടി ജീവിക്കരുത്. നിങ്ങൾ മക്കളെ വളർത്തുക, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ജീവിക്കുക, അവർക്ക് വേണ്ടി ഉരുകുക. അത് കണ്ടാൽ നിങ്ങളുടെ മക്കൾ നിങ്ങളെ വാർദ്ധക്യത്തിൽ ഏറ്റവും മനോഹരമായി അവർ സംരക്ഷിക്കും. ഏറെ സ്നേഹത്തോടെ ഫിലിപ്പമ്പാട്. താങ്ക് യു അവരോട്.